പിന്നെ കരഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെല്ലാവരും കൂടി അത് ട്രോളാക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് പിന്നെ കരയാനൊന്നും നിന്നില്ല. ഞാൻ 9ാം ക്ലാസ് മുതൽ തന്നെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈനെ വെല്ലുന്നൊരു സയന്റിസ്റ്റായി മാറുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. അതല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ട് കഴിഞ്ഞാൽ തമ്പാനൂർ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നിട്ടൊക്കെ ക്ലാസ് വന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. ആൾക്ക് അങ്ങോട്ട് ഉള്ളിലങ്ങോട്ട് ഭയങ്കരമായിട്ട് വിഷമം കയറി, എന്നെ കുറെ ചീത്തയൊക്കെ പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് ചെയർ ഇടപെട്ടിട്ടാണ് നിർത്തിച്ചത്. Hello everyone, welcome to Toppers Talk at Fortune IAS Academy. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. ഈ കൊല്ലം 800ാം റാങ്ക് നേടിയ പ്രണവ്. പ്രണവിനെ ഒരുപക്ഷെ ഇത് കാണുന്ന പലർക്കും സുപരിചിതനായിരിക്കും. കാരണം പ്രണവ് ഫോർച്യൂണിലെ ഫാക്കൽറ്റിയാണ്, മെൻറ്ററാണ്. അതുകൂടാതെ പണ്ട് സ്റ്റുഡൻറ്റുമായിരുന്നു. നമുക്കപ്പോൾ പ്രണവിന് ഒത്തിരി വിശേഷങ്ങൾ പറയാൻ കാണും. നമുക്കത് പ്രണവിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് പ്രണവ്. ഹായ് സർ. പ്രണവ്, നമ്മൾ ഈ കൊല്ലം നമുക്ക് റാങ്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഫോർച്യൂണിൽ സ്റ്റുഡൻസും ഫാക്കൽറ്റിയും എല്ലാവരും കൂടെ നമ്മളൊരു സെലിബ്രേഷൻ വെച്ചിരുന്നു. അപ്പോൾ ഇത്രയും സന്തോഷം ഇത്രയും ആൾക്കാരുടെ ഒപ്പം പങ്കിട്ടപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദാറ്റ് ഹാപ്പൻഡ് ഇൻ അനെക്സ് ക്ലാസ് റൂം. അപ്പോൾ അനെക്സ് ക്ലാസ് റൂമിലാണ് ഞാനിവിടെ സ്റ്റുഡൻ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2019 ഞാൻ ഫോർച്യൂൺ സ്റ്റുഡൻ്റായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഇരുന്ന ബാച്ച് ക്ലാസ് റൂമാണ് അനെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഞാൻ ആ ഇരുന്ന ക്ലാസ് റൂമിൽ പിന്നീട് ഒരു 3-4 വർഷം പഠിപ്പിച്ച ക്ലാസ് റൂമിൽ അങ്ങനെ വന്ന് എല്ലാ കുട്ടികളും കൂടി കൈയടിച്ച് അങ്ങനെ കയറി വന്ന് കേക്ക് മുറിച്ച് ആഘോഷിച്ചപ്പോൾ ദാറ്റ് വാസ്, അതെന്താ പറയുക, ആദ്യം ഉള്ളിൽ ഭയങ്കര കരച്ചിലൊക്കെ വന്ന് തുടക്കത്തിൽ. പിന്നെ കരഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെല്ലാവരും കൂടി അത് ട്രോളാക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് പിന്നെ കരയാനൊന്നും നിന്നില്ല. ഇറ്റ് വാസ് എ ഓവർവെൽമിങ് എക്സ്പീരിയൻസ്. ഞാൻ അത്രത്തോളം റാങ്കിന് ഞാൻ അത്രയ്ക്കധികം ഇമ്പോർട്ടൻസ് അത്രയ്ക്കധികം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. 800ാം റാങ്ക് എനിക്ക് ഇനിയും ബെറ്റർ ആക്കാൻ പറ്റുന്നൊക്കെ ഉള്ള വിചാരിച്ചിരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് റെസ്പോൺസുകൾ കാണുമ്പോഴാണ് അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ആക്ച്വലി ഉള്ളിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യും. സോ ഇറ്റ് വാസ് എൻ ഓവർവെൽമിങ് എക്സ്പീരിയൻസ് ആൻഡ് ഐ വാണ്ട് ടു ആക്ച്വലി താങ്ക് ഫോർച്യൂൺ ഫോർ ദാറ്റ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞു പ്രണവ് ഇവിടെ സ്റ്റുഡൻ്റ് ആയിരുന്നു, പിന്നെ ഫാക്കൽറ്റിയും മെൻറ്ററും ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ ലോങ് 5-year stint വിത്ത് ഫോർച്യൂൺ. അല്ലെ? അതുപോലെ 8 അറ്റംപ്റ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ റാങ്ക് കിട്ടാൻ വേണ്ടി. പക്ഷേ പ്രണവ് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പുറകിലേക്ക് പോവാം. ലെറ്റ്സ് സേ ഗ്രാജുവേഷൻ സമയം. പ്രണവ് IIT മദ്രാസിൽ പഠിച്ചതാണ്. അതിനുശേഷം എങ്ങനെയായിരുന്നു ലൈഫ്? എങ്ങനെ സിവിൽ സർവീസിലേക്ക് വന്നു? അതൊന്ന് പറയാമോ? സിവിൽ സർവീസിലേക്കുള്ള എൻ്റെ വരവെന്ന് പറയുന്നത് ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഭയങ്കര ഹെസിറ്റൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക മൂവ് ആയിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ 9ാം ക്ലാസ് മുതൽ തന്നെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈനെ വെല്ലുന്നൊരു സയന്റിസ്റ്റായി മാറുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. അതല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ IIT മദ്രാസിൽ നിന്ന് കഴിയുന്നതോടുകൂടി PhDക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ അന്ന് ഇന്ത്യയിൽ പുറത്ത് കുറേ യൂണിവേഴ്സിറ്റീസിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിയൊന്നും കിട്ടിയില്ല. ബട്ട് ആ സമയത്ത് TIFR സെന്റർ ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസസിൽ PhDക്ക് അന്ന് എനിക്ക് മാത്രമായിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിൽ പോയിട്ട്. സോ ഐ വാസ് ദ ഫസ്റ്റ് വൺ. പിന്നെ അവർ 2nd, 3rd അറ്റംപ്റ്റിലേക്ക് ഇന്റർവ്യൂസിലേക്കാണ് പിന്നെ കുട്ടികളെടുത്ത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് എനിക്ക് കയറുകയും ചെയ്തു. ഐ ജോയിൻഡ് ഇൻ എ വെരി ഇമ്പോർട്ടൻറ്റ് ലാബ് ഫോർ PhD അറ്റ് ദാറ്റ് ടൈം. അത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലാബ് ഓൺ ഫെംറ്റോസെക്കൻഡ് ലേസറൊക്കെയാണ്. അന്ന് അതിൽ ജോയിൻ ചെയ്തു, PhD സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഒരു 2 മാസം കഴിയുമ്പോഴാണ് എനിക്ക് കാനഡയിൽ നിന്ന് ആസ്ട്രോണമിയിൽ PhD ചെയ്യാനായിട്ടൊരു ഓഫർ വരുന്നത്. അപ്പോൾ അങ്ങനെ അത് പക്ഷേ നെക്സ്റ്റ് ഇയറിലേക്കായിരുന്നു. അങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയി. ഐ വാണ്ടഡ് ടു ഗോ ഔട്ട് സൈഡ്. അന്ന് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള PhDയുടെ വാല്യൂ എന്താണെന്ന് എനിക്ക് അത്ര വലിയ ഐഡിയ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. എക്സ്പെരിമെന്റൽ ഫിസിക്സ് ആയിരുന്നു. ഞാൻ അത്രയ്ക്ക് ഐ വാസ് നോട്ട് സോ ഗുഡ് വിത്ത് ടൂൾസ് ആൻഡ് ഓൾ. സോ ഐ തോട്ട് ഓക്കെ കാനഡയിൽ പോവാം, ഒരു അവസരമാണ്. അപ്പം അങ്ങനെ ഞാൻ അവിടുത്തെ PhD വിട്ടിട്ട് ഒരു കൊല്ലം ഞാൻ റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഐ വെന്റ് ടു കാനഡ. കാനഡയിൽ പോയി ഞാൻ അവിടെ റിസർച്ച് ചെയ്ത് തുടങ്ങി. അവിടെ ശന്തനു ബസു എന്ന് പറയുന്ന വൺ ഓഫ് ദി ലീഡിങ് സയന്റിസ്റ്റ് ഇൻ ആസ്ട്രോഫിസിക്സിന്റെ ആളുടെ ഒപ്പമായിരുന്നു എൻ്റെ വർക്ക്. സോ അത് ഞാൻ വർക്ക് ചെയ്തിരുന്നത് പ്ലാനറ്ററി ഫോർമേഷൻ തിയറീസിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ 2 കൊല്ലം റിസർച്ച് ചെയ്ത് MSc കഴിയുന്ന സമയത്താണ് ഞാനൊന്ന് സ്വയം കണ്ടംപ്ലേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. ആ സമയത്ത് എനിക്ക് സോഷ്യൽ മീഡിയ ബൂമൊക്കെ ആയി. എല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മുടെ മുന്നിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഐ ഫെൽറ്റ് ലൈക്ക് ഐ ആം സിറ്റിംഗ് സോ ഫാർ അവേ ഫ്രം ഓൾ ദീസ് ആക്ഷൻസ് ദാറ്റ്സ് ഹാപ്പനിങ് അറ്റ് ഹോം. ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ ചെയ്യുന്ന വർക്കാണെങ്കിൽ ആ വർക്കിനെ കൊണ്ട് ആർക്കും ഒരു ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല.
എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ആ സമയത്ത് IIT പോയതിന് ശേഷം ഒരുപാട് ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് ഇൻ സൊസൈറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനിതൊന്നും ഇല്ലാതെ വേറെ എവിടെയോ ചെന്നിരുന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന പോലെ ഒരു ഫീലൊക്കെയാണ് വരുന്നത്. ഓൺലി തിങ് ഐ എം സാറ്റിസ്ഫൈങ് ഈസ് മൈ ക്യൂരിയോസിറ്റി അബൌട്ട് ദ തിങ്സ്. അതിനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു റിയൽ വേൾഡ് ഇമ്പാക്ട് ഒരു റീസൺ ഇമ്മീഡിയറ്റ്ലി ഉണ്ടാവാനും യാതൊരു സാധ്യതയില്ല. മേ ബി ഒരു 19 വർഷം കഴിയുമ്പോൾ നമ്മളെങ്ങാനും മാർസിലൊക്കെ പോയി സെറ്റിൽ ആവുകയാണെങ്കിൽ ചിലപ്പോൾ അതിനെന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാവും എന്നല്ലാതെ ഇമ്മീഡിയറ്റ്ലി ഒരു ഇമ്പാക്ട് ഇല്ലാത്തൊരു റിസർച്ച് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ സമയത്ത് ഐ ഫെൽറ്റ് ലൈക്ക് ദിസ് ഈസ് നോട്ട് ഫോർ മീ, ഐ ഷുഡ് ബി ഡൂയിങ് സംതിങ് എൽസ് എന്നൊക്കെ തോന്നിയിരുന്നു. അപ്പൊ അന്ന് ഐ ടുക്ക് എ ലീവ്, 4 മാസം ലീവ് എടുത്തു, സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഐ കെയിം ബാക്ക് ടു ഇന്ത്യ. എന്നിട്ട് അന്ന് ഐ വാസ് സെർച്ചിങ് ഫോർ അതർ പോസിബിൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വിച്ച് ക്യാൻ ഹാവ് എ ഡയറക്റ്റ് ഇമ്പാക്ട്. അങ്ങനെ പല ഓപ്ഷൻസ് ഞാൻ നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് സജസ്റ്റ് ചെയ്തിട്ട് ഐ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു കപ്പിൾ ഓഫ് പീപ്പിൾ ഹു വേർ ഇൻ സിവിൽ സർവീസ് അറ്റ് ദാറ്റ് ടൈം. അപ്പം അതിൽ ആകാശ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ റൂംമേറ്റ് ആയിരുന്നു IIT മദ്രാസിൽ. അപ്പോൾ അവൻ 2013 തന്നെ IIT നേരിട്ട് IIT കഴിഞ്ഞോടുകൂടി ആ ഇയറിൽ തന്നെ ജോയിൻ ചെയ്ത് 64 റാങ്കിൽ കയറി തമിഴ്നാട് കേഡർ IAS ഓഫീസർ ആയിരുന്നു. അവൻ്റെ അടുത്ത് സംസാരിച്ചു. പിന്നെ ചാന്ദിനി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട്. സോ ഷീ ഗോട്ട് ഇൻ ടു ത്രിപുര സർവീസ് ദാറ്റ് ഇയർ. സോ അവളുടെ അടുത്ത് സംസാരിച്ചു. പിന്നെ വിഷ്ണു വാര്യർ എന്ന് പറഞ്ഞിട്ട് ആന്ധ്ര കേഡറിലുള്ള IPS ഉദ്യോഗസ്ഥനായിരുന്നു. സോ ആളെൻ്റെ സീനിയർ ആയിരുന്നു IIT മദ്രാസ്. അപ്പോൾ അവൻ്റെ അടുത്തൊക്കെ സംസാരിച്ചൊക്കെ കഴിയുമ്പോഴാണ് ഓക്കെ ഇത് അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ സെൽഫായിട്ടൊന്ന് അനലൈസ് ചെയ്തു. ഓക്കെ ഇതൊരു ഒരിക്കലും ഒരു അണ്ടർ എംപ്ലോയ്മെന്റ് ആവരുത് എന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ പഠിച്ചിട്ടുള്ള കാര്യവും അതിൻ്റെ എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എൻ്റെ സ്കിൽസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അണ്ടർ എംപ്ലോയ്മെന്റ് ആവില്ല. എന്ന് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഒരു ഡിസിഷൻ കൊണ്ട് ഒരുപാട് പേരുടെ ലൈഫിനെ ഇമ്പാക്ട്ഫുൾ ആക്കാൻ പറ്റുന്നൊരു പൊസിഷൻ ആണെന്നൊക്കെ തോന്നി തുടങ്ങിയപ്പോൾ ഓക്കെ ദിസ് ഈസ് എ പോസിബിൾ കരിയർ ഓപ്ഷൻ എന്ന് വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. പിന്നെ തൃശ്ശൂരുള്ള ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തു. പിന്നെ ഒരു കൊല്ലം തന്നെ നിന്നൊന്ന് പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം എൻ്റെ അവിടെ തന്നെയുള്ള ഒരു ഫാക്കൽറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ഗോ ടു തിരുവനന്തപുരം, അവിടെയാണ് ഇതിൻ്റെ ഹബ്ബ്. 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേര് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നു. അങ്ങനെ ഇവഞ്ച്വലി ഞാൻ ഇവിടേക്ക് വന്ന് ഫോർച്യൂണിലേക്ക് വന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ 2019 പ്രണവ് ഇവിടെ ഫോർച്യൂണിൽ PCM ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത്, ബാച്ച് 4 അല്ലേ? അപ്പോൾ ആസ് എ സ്റ്റുഡന്റ് പ്രണവിന്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ് അതൊന്ന് പറയാമോ? ഞാൻ അത്രയും വലിയൊരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ചിട്ട് കുറെ നാളായിട്ടുണ്ട്. ലൈക്ക് IIT ഉണ്ടായിരുന്നു, പക്ഷെ അതിങ്ങനെ ഒരു ഡൈവേഴ്സ് ഗ്രൂപ്പ് ഒന്നുമല്ല. പക്ഷെ ഫോർച്യൂണിൽ വന്ന് ജോയിൻ ചെയ്ത് ബാച്ച് 4 വന്ന് കയറുമ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് സൈക്കോളജി പഠിച്ചിട്ടുള്ള ഒരാളാണ്, അപ്പുറത്തിരിക്കുന്ന ആൾ എഞ്ചിനീയറിംഗ് ആണ്, വേറൊരാള് അഡ്വക്കേറ്റ് ആണ്, വേറൊരാൾ ഡോക്ടറാണ്, ഡെന്റിസ്റ്റ് ആണ്. എന്താ പറയാ, ആ ഒരു കോസ്മോപൊളിറ്റൻ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഈ ഒരു അക്കാഡമിക് ലെവലിലെ കോസ്മോപൊളിറ്റൻ എന്ന് പറയാവുന്ന ഒരു അങ്ങനത്തെ ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിലാണ് വന്ന് പെടുന്നത്. അവിടെയാണെങ്കിൽ ഐ വാസ് ദ എൽഡസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ലൈക്ക് ഐ വാസ് ലൈക്ക് എന്താ പറയുക, ഞാൻ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ 28ാമത്തെ വയസ്സിലാണ് ഞാൻ ഫോർച്യൂണിൽ ജോയിൻ ചെയ്യുന്നത്. അവിടെയുള്ളവരെല്ലാം 22, 23, 24 വയസ്സുള്ള ചെറിയ പിള്ളേരുമാണ്. സോ അവരൊക്കെ എൻ്റെ അടുത്ത് ഒരു റെസ്പെക്ട് ഉണ്ട്, പക്ഷെ ഭയങ്കര എന്താ പറയുക, ഒരു കളിതമാശയും ഇതൊക്കെ ആയിട്ട് പോകുന്ന വെരി ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ്, നല്ല അടിപൊളി ലൈഫ് ലോങ് കിട്ടാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയത് ക്ലാസ്സുകളാണ്. എനിക്ക് ഞാൻ ഒരിക്കലും ഒരു ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകളൊന്നും ഞാൻ ഒരിക്കലും 10ാം ക്ലാസ്സിന് ശേഷം കണ്ടിട്ടില്ലാത്ത ഒരാൾ, ദ മൊമെന്റ് ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ഹ്യൂമാനിറ്റി സബ്ജക്ട്സ്, ദാറ്റ് വാസ് സംതിങ് വെരി എന്താ പറയുക ലൈഫ് ചേഞ്ചിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സൈലർ സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് പോളിറ്റി പഠിക്കുന്നതും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്നതും അതൊക്കെ എന്താ പറയുക, the way I started, that changed the way I started looking at the world itself. അപ്പൊ അതില് പൊളിറ്റിക്കൽ ക്ലാസ്സുകളൊക്കെ ഒരിക്കലും ഞാൻ മറക്കില്ല. സൈലർ സാറിനിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, എല്ലാ ദിവസവും സാർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്റെ കൈ വെക്കിയിട്ട് ഞാൻ എന്തെങ്കിലും ചോദിക്കും. ആൻഡ് ഹി ഓൾസോ ലൈക്ക് ദാറ്റ്, ഹി ലൈക്സ് ടു കം ടു ബാച്ച് 4. ഹി ഓൾവേസ് സേസ് ദാറ്റ്. ലൈക്ക് 2-3 വർഷം കഴിഞ്ഞിട്ട് പറയും 2019 ബാച്ച് 4 എന്ന് പറഞ്ഞൊരു ബാച്ച് നല്ല ബാച്ച് ആയിരുന്നു എന്നുള്ള രീതിയിൽ എപ്പോഴും സാറ് പറയാറുണ്ട്. കണ്ടിന്യൂസ്ലി ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസിനെ കുറിച്ച് ചോദിക്കാം. അതൊക്കെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഷെറിൻ സാറിന്റെ അടുത്താണെങ്കിലും അതെ, ഇംതിയാസ് സാറിന്റെ അടുത്താണെങ്കിലും അതെ. സോ ദ വേ ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ന്യൂ സബ്ജക്ട്, ഹിസ്റ്ററി, ജോഗ്രഫി. ഷെറിൻ സാറൊക്കെ ലാസ്റ്റ് ജോഗ്രഫി പിടിച്ച് പോയിന്നുണ്ട് അവിടെ വന്ന് ചോദ്യം ചോദിച്ചു. സോ ഇറ്റ് വാസ് എ വെരി ഫൺ എക്സ്പീരിയൻസ്, ഫൺ ടു ലേൺ ന്യൂ തിങ്സ്. അതുവരെ ഫിസിക്സും സയൻസും മാത്രം ലേൺ ചെയ്ത് വന്നിരുന്നതിൽ നിന്നും സഡൻലി യു സ്റ്റാർട്ടഡ് ലേണിംഗ് അബൌട്ട് മെനി ഡിഫറെന്റ് തിങ്സ്. അത് ഭയങ്കര എന്താ പറയുക ലൈഫ് ആൾട്ടറിംഗ് ആണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് UPSC സിവിൽ സർവീസ് പ്രിപ്പറേഷൻ, ഇറ്റ്സ് അബൌട്ട് എന്താ പറയുക നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു മൊത്തത്തിലൊരു മാറ്റം വന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അന്നാണെങ്കിൽ ഇത്ര ക്ലാസ്സിന്റെ അവേഴ്സും കുറവാണ്, 3 hours ക്ലാസ് ഉള്ളൂ. സോ ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫ്രീ ടൈം ഓൾസോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്നതിന്റെ എക്സ്ട്രാ റീഡിങ്ങിന് വേറെ കുറെ പുസ്തകങ്ങൾ വായിക്കും.
ഇപ്പോൾ പൊളിറ്റി വായിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ സിയ മോദിയുടെ പുസ്തകം വായിക്കും, മറ്റേതെങ്കിലും പുസ്തകങ്ങൾ വായിക്കും. സോ യു സ്റ്റാർട്ടഡ് analyzing the society and analyzing the political structure around you. So that gives you a lot of insights. എന്ന് മാത്രമല്ല ഭയങ്കര നമുക്കൊരു കോൺഫിഡൻസും കൂടി തരും. നമ്മളിപ്പോൾ സൊസൈറ്റിയിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ പറ്റും. ആര് വന്നു നിന്ന് കഴിഞ്ഞാലും, ലെറ്റ്സ് ഇന്ത്യൻ പ്രസിഡന്റ് വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ISROയുടെ സയന്റിസ്റ്റ് വന്നു നിന്ന് കഴിഞ്ഞാലും, അല്ലെങ്കിൽ എന്താ പറയുക ഏതെങ്കിലും ഒരു ലെറ്റ്സ് ഡിഫൻസ് മിനിസ്ട്രിയുടെ ഒരു ഡിഫൻസ് സെക്രട്ടറി വന്നു കഴിഞ്ഞാലും അവരുടെ മുമ്പിൽ നിന്നിട്ട് വി മേ ബി ഏബിൾ ടു ടോക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് തിങ്സ് വിച്ച് മേക്ക് സെൻസ് ടു ദം ഓൾസോ. ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ക്ലാസ് റൂമിൽ വന്ന് കുറച്ച് കഴിഞ്ഞോട് കൂടി ഡെവലപ്പ് ചെയ്തു വന്നത്. അപ്പൊ പ്രണവ് സയൻസും നല്ല ഡെപ്തിൽ പഠിച്ചിട്ടുള്ള ഒരാള്, ഹ്യൂമാനിറ്റീസും ഇപ്പൊ നമുക്ക് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ജേർണിയിൽ അത്യാവശ്യം നല്ല എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. ഈ രണ്ട് ഡിസിപ്ലിൻസും എന്ത് സ്കിൽസ് ആണ് അല്ലെങ്കിൽ എന്ത് വാല്യൂസ് ആണ് ഒരു മനുഷ്യനിൽ ഇമ്പാർട്ട് ചെയ്യുന്നത്? സയൻസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് ദ ഐഡിയ ഓഫ് റാഷണാലിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി. അത് സയന്റിഫിക് തിങ്കിങ് എന്ന് പറയുന്നത് ഐ ഡോണ്ട് കൺസിഡർ ഇറ്റ് ആസ് ഇറ്റ്സ് ഓൺലി ഫോർ സയന്റിസ്റ്റ്. സയന്റിഫിക് തിങ്കിങ് എന്ന് പറയുന്നത് ഐ ഫീൽ ലൈക്ക് ഇത് നമ്മളെല്ലാവരും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും അവരുടെ മൈൻഡിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് സയന്റിഫിക് തിങ്കിങ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പിന്നീട് നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് റീഡ് ചെയ്യുമ്പോൾ ജവഹർലാൽ നെഹ്റു ഒക്കെ പറഞ്ഞിട്ടുള്ള സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഐഡിയയിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനേയും നമ്മൾ ഒരു ഒബ്ജക്ടിവിറ്റിയോട് കൂടി നോക്കി കാണണം. സമൂഹത്തിൽ നടക്കുന്ന ഈവൻ നമ്മൾ സയൻസുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ പോലും ഈ ഒരു വേ ഓഫ് തിങ്കിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. റാഷണൽ ആയിട്ടുള്ള രീതിയിൽ ഒരു ഇമോഷൻസിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അതിന്റെ മെറിറ്റിനെ മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ അത് സാധാരണ നമ്മുടെ ഡെയിലി ലൈഫിൽ പോലും ആ ഒരു സയന്റിഫിക് തിങ്കിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ടുള്ള വാല്യൂസ് എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം അവിടെ നിന്നാണ് കുറെ കാണുന്നത്. ഇപ്പൊ ലിബറൽ ഐഡിയാസിനെ പറ്റിയിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ ദ ഐഡിയ അബൌട്ട് ഫ്രീഡം, ലിബർട്ടി, ഇക്വാലിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് നമ്മുടെ ഒരു സ്കിൻ എന്താ പറയുക ഒരു സർഫസ് ലെവലിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് അറിയുമെന്ന് നമ്മൾ കരുതുന്ന കുറെ കാര്യങ്ങളല്ലാതെ അതിന്റെ ഡീപ്പർ മീനിങ്ങുകളും, ഇപ്പോൾ ഈക്വാലിറ്റി ബിഫോർ ലോ അല്ലെങ്കിൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ഇത് തമ്മിലുള്ള വ്യത്യാസം, അതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഓക്കെ പലപ്പോഴും എന്താ പറയുക റിസർവേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അപ്പൊ അങ്ങനെയൊക്കെ കൺസെപ്റ്റിന് അഗെയിൻസ്റ്റ് ഒക്കെ ആയിട്ട് ജനറലി ഒരു പൊതുബോധം ഉണ്ടല്ലോ. അപ്പൊ ആ പൊതുബോധത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പോലും ഒന്നും പോയിന്റുകൾ ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഈ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ യു സ്റ്റാർട്ടഡ് തിങ്കിങ് ഇൻ എ വെരി ഡിഫറെന്റ് വേ. നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ അതിനെ ആർഗ്യുമെന്റ്സുകളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പറ്റും. ലൈക്ക് എസെൻഷ്യലി ഇറ്റ് ചേഞ്ചസ് ദ വേ യു തിങ്ക്. നമ്മളിപ്പോ 2019 എത്തിയിട്ടുള്ളൂ, ഇനി നമുക്ക് 2025 അപ്പോ 2020 നമ്മൾ ആദ്യത്തെ പ്രിലിംസ് കൊടുത്തു. 2021 ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്തു. ആ കഥ ഒന്ന് പറയാമോ? ഓക്കെ, ആ കഥ എന്ന് പറയുന്നത് ഞാനിവിടെ ഫോർച്യൂൺ സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഐ ഹാഡ് എ റിയലി ഗുഡ് റിലേഷൻ വിത്ത് സൈലേഷ് സാർ ആൻഡ് ഷെറിൻ സാർ. അവരടുത്ത് ചോദ്യം ചോദിച്ച് വെറുപ്പിച്ച് ഫ്രണ്ട്സായി മാറിയിട്ടുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ദേ വർ വെരി കോൺഫിഡന്റ് ദാറ്റ് ഐ വിൽ ഗെറ്റ് ഇൻ. എന്നെക്കാളും കോൺഫിഡൻസ് ആയിരുന്നു മിനിസാറായിരുന്നു എന്റെ മെയിൻസ് മെന്റർ ആ സമയത്ത്. അപ്പൊ ഞാൻ അന്ന് കോവിഡ് സമയം ആയതുകൊണ്ട് ആൻസർ റൈറ്റിംഗ് എല്ലാം ഓൺലൈൻ ആയിരുന്നു. അപ്പൊ ഞാൻ ആൻസർ എഴുതി കൊടുക്കുന്നു, മിനിസാർ വന്നിട്ട് അടിപൊളിയാണ്, നല്ല മാർക്ക് എന്തായാലും കിട്ടും, നിനക്ക് ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും നിനക്ക് എന്തായാലും കിട്ടില്ല, കാരണം നിന്റെ ഹാൻഡ് റൈറ്റിംഗ് വൻ മോശമാണ്, പക്ഷെ 100ന്റെ ഉള്ളിൽ നീ ഉണ്ടാവും എന്ന് സാർ എപ്പോഴും പറയും. കാരണം എന്റെ ആൻസേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഐ തിങ്ക് ഹി ജഡ്ജ് മീ കറക്റ്റ്ലി ഓൾസോ ആ സമയത്ത്. പക്ഷെ അപ്പൊ അതുകൊണ്ട് തന്നെ ഐ വാസ് എക്സ്പെക്ടിങ് എ ലോട്ട്. മെയിൻസ് കഴിഞ്ഞപ്പോൾ കോവിഡ് കാരണം പരീക്ഷ പുഷ് ചെയ്തിട്ട് 2021 ജനുവരിയിലാണ് മെയിൻസ് എഴുതുന്നത്. ആ മെയിൻസ് എഴുതിട്ട് അതിന്റെ ഇടയിലാണെങ്കിൽ എന്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ് അനിയത്തിക്ക് കുട്ടിയായി ആ ഒരു സമയം. അപ്പൊ എനിക്ക് ആ കുട്ടീനെ കാണാൻ പോലും ഞാൻ പോയിട്ടില്ല, കാരണം കുട്ടി ജനിക്കുന്നത് ജനുവരി 2-നാണ്, പരീക്ഷ ജനുവരി 8-നാണ്. സോ ഐ ഡിഡ്ന്റ് വാണ്ട് ടു ലൈക്ക് എനിക്ക് പോയി കാണുന്നുണ്ട്, പക്ഷെ അച്ഛനമ്മയ്ക്ക് ചീത്ത പറഞ്ഞ് നീ വരണ്ട, അവിടെ ഇരുന്ന് പഠിക്കുക, നമുക്ക് പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് ഉണ്ണീനെ കാണാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതെല്ലാം കുറേ ലൈഫിൽ നടക്കുന്ന കുറെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതി മെയിൻസ് ആയിരുന്നത്. അത് മെയിൻസിന്റെ തലേദിവസം അസിസ്റ്റന്റ് പ്രൊഫസറിന് PSCയുടെ പരീക്ഷ ഉണ്ടായിരുന്നു, ഫിസിക്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് അതും തൃശ്ശൂർ പോയിട്ട് എഴുതണമായിരുന്നു. അപ്പൊ അത് എഴുതി നീ കിട്ടുമായിരുന്നു എനിക്ക് നല്ല ഉറപ്പാണ്. അപ്പോൾ അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് എഴുതി മെയിൻസ് ആയിരുന്നു. ബിക്കോസ് ഐ വാസ് സോ ഷുവർ ദാറ്റ് ഐ ഗെറ്റ് ഇറ്റ്. അത് കിട്ടിയില്ല. അത് റിസൾട്ട് വന്നപ്പോൾ 8 നില പൊട്ടി. മാർക്ക് വന്നപ്പോഴാണ് എത്രത്തോളം 8 നിലയിലെ പൊട്ടിയെന്നുള്ളത് മനസ്സിലായത്. അപ്പൊ ഞാൻ ഐ വാസ് സോ എന്താ പറയാ ഡിപ്രസ്ഡ് ആയിരുന്നു. അപ്പൊ ഞാൻ ബാക്കിയുള്ളവർക്ക് കോള് പോകുന്നുണ്ടാവും, എന്റെ അടുത്ത് ഇപ്പോൾ ആരും ഷെറിൻ സാർ വിളിച്ചിട്ട് എന്തായിടാ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ സാർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വെക്കുക ചെയ്തത്. പിന്നെ കൂടുതലൊന്നും സംസാരം ഒന്നും ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ സാലേഷ് സാർ വിളിച്ചു, എന്താ പരിപാടി എന്ന് ചോദിച്ചു. നീ ഇവിടെ കരഞ്ഞിരിക്കാൻ പോവാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഐ നീഡ് സം ഫിനാൻഷ്യൽ ബാക്കപ്പ്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത കൊല്ലം പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എനിക്ക് എന്റെ വയസ്സ് എത്രയാണ്, ഐ കനോട്ട് ഡിപ്പെൻഡ് ഓൺ മൈ ഫാദർ ഓൺ ദിസ്. അപ്പോൾ ഐ വാണ്ട് ടു പ്രിപ്പയർ എന്നുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും,
നിനക്ക് സയൻസ് ആൻഡ് ടെക്നോളജി എടുക്കാൻ പറ്റുമോ ഇവിടെ ഫാക്കൽറ്റി ആയിട്ടെന്ന് വെച്ചു. പറ്റും, വന്ന് ജോയിൻ ചെയ്യും, നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ഫാക്കൽറ്റീനെ വേണം, നീ വാ നമ്മുടെ ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. അത് എന്താ പറയുക, ഒരു ഇപ്പോഴാലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം, സന്തോഷം, സങ്കടമൊക്കെ ഒരുമിച്ച് വരുന്ന ഒരു കാര്യമാണ്. കാരണം ഐ ഡിഡ്ന്റ് പ്രൂവ് എനിത്തിങ്. കാരണം ഞാൻ പ്രിലിംസ് മാത്രമേ പാസ്സായിട്ടുള്ളൂ, മെയിൻസ് ഞാൻ പാസ്സായിട്ടില്ല. അപ്പോൾ UPSCയുടെ പ്രിപ്പറേഷൻ്റെ ആളുകൾ, ഇപ്പോൾ സാധാരണ UPSC ഫാക്കൽറ്റീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസ് ഒക്കെ എഴുതി അവരൊരു കേപ്പബിൾ ആണെന്ന് തെളിയിച്ചിട്ടുള്ള ആളുകളാണ്, ഇന്റർവ്യൂ ഒക്കെ പോയിട്ടുള്ള ആളുകളായിരിക്കും കൂടുതൽ പേര്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിലിംസ് എഴുതി മെയിൻസ് 8 നിലയിൽ പൊട്ടിയിട്ടുള്ള ഒരാളെ ഫാക്കൽറ്റി, അത് ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരളത്തിലെ ഏറ്റവും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഫാക്കൽറ്റി ആയിട്ട് വിളിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓക്കെ ദേ ഹാവ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ഓൺ മീ. അപ്പോൾ എനിക്കിപ്പോൾ കോൺഫിഡൻസ് മുഴുവൻ പൊളിഞ്ഞിരിക്കുകയാണെങ്കിലും ഇത്രയും അധികം സ്റ്റുഡൻസിനെ കണ്ടിട്ടുള്ള ഇത്രയധികം അങ്ങനെ ഒരാൾ നമ്മളുടെ മേൽ എത്രയധികം കോൺഫിഡൻസ് വന്നിട്ട് വിളിക്കുകയാണ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനായിട്ട്. സോ അതൊരു വല്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു. ആ ഒരു ട്രസ്റ്റ് ദേ ഹാവ് പുട്ട് ഇൻ മീ, അതിന് ലൈക്ക് ഐ ഓൾവേസ് വാണ്ടഡ് ടു എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്, ഇപ്പോഴും തോന്നാറുണ്ട്, ഞാനിപ്പോൾ എന്റെ റിസൾട്ട് എനിക്ക് കിട്ടാതെ വരുമ്പോൾ എനിക്ക് കിട്ടിയില്ല എന്നതിനേക്കാളും എനിക്ക് വിഷമം വരുന്നത് ഞാൻ ഫോർച്യൂണിന് വേണ്ടിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രാവശ്യം. അത് അതുപോലത്തെ ഒരു മൊമെന്റ് ആയിരുന്നു. നമ്മൾ 2021 തൊട്ട് ഫാക്കൽറ്റി ആയിട്ടും മെന്ററായിട്ടും വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഫാക്കൽറ്റി ആയിട്ടും മെന്ററായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി സ്റ്റുഡൻസുമായിട്ട് വേറൊരു ലെവൽ ഓഫ് ആസ് എ പിയർ അല്ല, നമ്മൾ ഫാക്കൽറ്റി ആയിട്ട് നിൽക്കുമ്പോൾ വേറൊരു രീതിയിലാണല്ലോ സ്റ്റുഡൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആൻഡ് നമ്മൾ പലപ്പോഴും സ്റ്റുഡൻസിൽ നിന്നും പലതും പഠിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് പ്രണവിന് ആസ് എ ടീച്ചർ, ആസ് എ മെന്റർ ഉണ്ടായിട്ടുണ്ടോ? ടീച്ചിങ് എന്ന് പറയുന്നത് ആസ് സച്ച് ഒരു ഭയങ്കര എൻറിച്ചിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ കയറി ചെന്നിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എമംഗ് ഓൾ ദി ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്സ് ദ UPSC ഹാവ്, സയൻസ് ആൻഡ് ടെക്നോളജി ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ബോറിംഗ് ഇൻ മൈ ഒപ്പീനിയൻ. ബിക്കോസ് എന്താ പറയുക, ഒരു ലോജിക്കൽ ഫ്ലോ ഇല്ല. അതായത് കറണ്ട് അഫയേഴ്സിൽ നിന്ന് തോന്നിയ പോലെ സാധനങ്ങൾ വരുന്നു, പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മളായിട്ടൊരു ഫാക്കൽറ്റി എന്ന നിലയിൽ അതിലൊരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക കമ്പാർട്ട്മെന്റലൈസേഷൻ കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്ന ക്ലാസിന്റെ ഉള്ളിൽ യു ഹാവ് ടു ബി സോ എനർജറ്റിക് ഇൻ ദ ക്ലാസ് സോ ദാറ്റ് സ്റ്റുഡൻസ് വിൽ നോട്ട് സ്ലീപ്പ്. ഇപ്പൊ സൈലസ് സാറിന് അതിന്റെ ആവശ്യമില്ല, സൈലസ് സാർ ചുമ്മാ ചെന്ന് പോളിറ്റി പറഞ്ഞു തുടങ്ങിയാൽ തന്നെ പിള്ളേർ ഭയങ്കര എൻഗേജ്ഡ് ആയിരിക്കും. പക്ഷെ നമ്മളുടെ ക്ലാസ്സിൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൊക്കെ കുട്ടികളെ എൻഗേജ് ആക്കി നിർത്തണമെങ്കിൽ, കാരണം മോർ ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റുഡൻസ് നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്, അവരെ ഇതിൽ പിടിച്ച് ഹുക്ക് ചെയ്ത് നിർത്തണമെങ്കിൽ യു ഹാവ് ടു ബി സോ എനർജറ്റിക്. നമ്മളുടെ പാഷൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ, എത്രത്തോളം പാഷനേറ്റ് ആയിട്ട് എടുക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പിടിച്ചിരിക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ ഉള്ളിലത്തെ ബെസ്റ്റിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സ്റ്റുഡൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ യു ഹാവ് ടു ബി യുവർ ബെസ്റ്റ് ഇൻ ദ ക്ലാസ് റൂം, അതർവൈസ് കുട്ടികൾ കിടന്ന് ഉറങ്ങും. അപ്പോൾ അത് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തേത് ദ വേ യു ഇന്ററാക്ട് വിത്ത് സ്റ്റുഡൻസ്. കുട്ടികൾ ഈ പറയുന്നത് വളരെ ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ്, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറയും ദർ ആർ നോ സ്റ്റുപ്പിഡ് ഡൗട്ട്സ് ഇൻ മൈ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് തുടങ്ങാറ്. എവറി ഡൗട്ട് ഈസ് ആക്സെപ്റ്റഡ്. അപ്പോൾ അവർ ചോദിക്കുന്ന ഡൗട്ടുകൾ, അവരുടെ പ്രിപ്പറേഷൻ മെത്തേഡ്സുകൾ, അതൊക്കെ ഭയങ്കര പലപ്പോഴും എനിക്ക് അതിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ഇതായിട്ട് തോന്നിയിട്ടുള്ളത് പല കുട്ടികളുടെയും ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് ആണ്. പലരും വളരെ എന്താ പറയുക, നമുക്കൊക്കെ പിന്നെ തോന്നി ഇതൊക്കെ എനിക്ക് എന്ത് കഷ്ടപ്പാട് എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിച്ചു പോകുന്ന പല ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. ഒരു കുട്ടി വളരെ ചെറിയ യങ് ഏജിൽ, ഈവൻ ഐ തിങ്ക് 17-18 വയസ്സാകും മുമ്പ് തന്നെ കല്യാണം കഴിച്ചു പോയിട്ട് സ്വന്തമായിട്ട് പിന്നീട് ഡിവോഴ്സ് വാങ്ങി വന്ന് സ്വന്തമായിട്ട് ഇവിടെ ഇരുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. വേറൊരു പയ്യനുണ്ട്, അവൻ തമ്പാനൂരിൽ നിന്ന് ഇവിടെ നടന്നിട്ട് വരും. എല്ലാ ദിവസവും ഇവിടെ വന്ന് താമസിക്കാനുള്ള പൈസ ഇല്ല. അപ്പൊ അവൻ കൊല്ലത്തുനിന്ന് മറ്റവിടെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ട് കഴിഞ്ഞാൽ തമ്പാനൂർ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നിട്ടൊക്കെ ക്ലാസ് വന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ കാണുമ്പോൾ നമ്മളുടെയൊക്കെ കഷ്ടപ്പാട് എന്ത് കഷ്ടപ്പാട്, ഇവരുടെയൊക്കെ ലൈഫിൽ ഇവരൊക്കെയാണ് നമ്മുടെ മുമ്പിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ വല്ലാത്ത യു ലേൺ എ ലോട്ട് ഫ്രം ഇറ്റ്. നമ്മൾ ഈ വല്ലാണ്ട് അഹങ്കരിച്ച് നടക്കുന്നതിൽ അല്ലെങ്കിൽ ഇതിലൊന്നും കാര്യമൊന്നുമില്ല. നമ്മളും എന്താ പറയാ, ഇവരുടെയൊക്കെ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മുടെ സ്ട്രഗിളിന്റെ പേര് പറഞ്ഞ് നമ്മൾ മാറിയിരിക്കുക അല്ലെങ്കിൽ അതിലൊന്നും നടത്തില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ആൻഡ് സീൻ മെനി സ്റ്റുഡൻസ് ഹു ഗെറ്റ് ത്രൂ ദ സർവീസ് ഓൾസോ. അവര് ഇപ്പോ കംപ്ലീറ്റ്ലി എന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ഒരാൾ കയറുന്നത് ആര്യാണ് ആദ്യം കയറുന്നത്. ആര്യ കയറിയറിലാണ് കയറുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ പോലെ കസ്തൂരി ആയിക്കോട്ടെ, ഫാബി ആയിക്കോട്ടെ, ഇപ്പൊ കയറിയിട്ടുള്ളവർ ഇവരെല്ലാവരും സ്റ്റുഡൻസ് ആണ്. കുറെ സ്റ്റുഡൻസുകൾ ഇപ്പൊ കയറിയിട്ടുണ്ട്. അപ്പൊ ഐ നോ ഹൗ ദേ പ്രിപ്പയർ ഓൾസോ. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രിപ്പറേഷനുകളും അതൊക്കെ കാണുമ്പോൾ യു ലേൺ. അതിൽ നിന്നൊക്കെ ഒരുപാട് നമ്മളും പഠിക്കും. അതുപോലെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെയാണ്. നമ്മളുടെ ഐഡിയാസ് അവരെടുക്കുന്നതും അതിന് നമ്മൾ പഠിക്കുന്നതൊക്കെ ഇതിന്റെ ഭാഗമാണ്. സോ ടീച്ചിങ് ഒരു 2-way സ്ട്രീറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. നമ്മളും പഠിക്കും, അവരും പഠിക്കും. ഇങ്ങനെയാണ് നമ്മളിപ്പോ 2021 എത്തി.
അപ്പോൾ 21 ശേഷം 25 ഇപ്പൊ ഫൈനൽ ലിസ്റ്റിൽ 800 റാങ്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പല തവണ നമുക്ക് പല സ്റ്റേജസിൽ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇൻ ഹൈൻസൈറ്റ് എന്തുകൊണ്ടാണ് ഈ വർഷങ്ങളെ കിട്ടാത്തതെന്ന് അനലൈസ് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ അതെന്തായിരിക്കും പ്രണവിന്റെ അനാലിസിസ് എന്താ? രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു UPSC ആസ്പിരന്റ് ആയിട്ട് പഠിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരാൾ, ദേ ഹാവ് ടു ഗീവ് എ ലോട്ട്. ഇപ്പം അതായത് മുഴുവൻ സമയം വർക്ക് ചെയ്തിട്ട് പഠിച്ച് കയറി പോകുന്നവരുടെ എണ്ണം അധികം ഉണ്ടാവില്ല, വളരെ കുറേ. അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണ് കണ്ടിന്യൂസ്ലി പ്രിപ്പയർ അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് കയറി പോകുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പഠിക്കാനുള്ള സമയം കുറേയൊക്കെ എനിക്ക് പ്രശ്നം വന്നിട്ടുണ്ട്. പക്ഷെ അത് ഫസ്റ്റ് അറ്റംപ്റ്റിലല്ല, പിന്നീട് വന്ന ലേറ്റർ അറ്റംപ്റ്റ്സുകളിൽ. അപ്പോൾ അത് കുറച്ച് ഇഷ്യൂ വന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയ ഇഷ്യൂ, ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ദ ചോയ്സ് ഐ മെയ്ഡ് ആണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ദ വേ ഐ മെയ്ഡ് മൈ ചോയ്സ് വിത്ത് റിഗാർഡ് ടു ഓപ്ഷണലാണ്. ഓപ്ഷണൽ സബ്ജക്റ്റ് ഞാൻ ആദ്യം എടുത്തത് ഫോർ ദ റോങ് റീസൺ ആയിരുന്നു. ഇപ്പോൾ 2019 ഞാനിവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു ഡിസംബർ വരെ ആയപ്പോഴേക്കും ഞാൻ ഫിസിക്സ് ഓപ്ഷണൽ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. കാരണം എൻ്റെ സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. ഐ എം റിയലി ഗുഡ് ഇൻ ഫിസിക്സ്. അപ്പോൾ തന്നെ പഠിച്ച് തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ ഐ ഡിഡ്ന്റ് ഡു ദാറ്റ്. എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ പഠിക്കാനിരുന്നിട്ട് പലതും ഈ പറഞ്ഞ പോലെ പൊളിറ്റി പഠിക്കാനിരുന്നു, അത് മാത്രം പഠിച്ചാൽ മതി. പക്ഷെ നമ്മൾ കുറേ വായിച്ചു പോകും. അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയത് പഠിക്കുമ്പോൾ നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് ഞാനിവിടെ ഇട്ടുപോയി. അത് ഞാൻ പ്രോപ്പർലി പ്രിപ്പയർ ചെയ്തില്ല. ഒരു ഡിസംബർ ഒക്കെ ആയപ്പോൾ ഐ റിയലൈസ് ദാറ്റ് ഐ എം നോട്ട് ഗോയിങ് ടു ഫിനിഷ് ഫിസിക്സ്. കാരണം സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഫിസിക്സ് എന്തായാലും പഠിച്ച് തീരില്ല. അതും തിരുവനന്തപുരത്ത് ദർ ഈസ് നോ ആരും ഫിസിക്സ് പഠിപ്പിക്കുന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റുന്ന ഓപ്ഷണൽ ഏതാണ് എന്നൊരു ചോദ്യം വന്നു. അപ്പോൾ അന്ന് ദേവിനന്ദൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ദേവിനന്ദന ഓൾ ഇന്ത്യ റാങ്ക് 92 ആയിരുന്നു, ഫോറിൻ സർവീസിലുള്ള. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഞാൻ മാത്സ് ആയിരുന്നു ഓപ്ഷണൽ, എനിക്ക് ഇതേ സിറ്റുവേഷൻ ആയിരുന്നു. ലാസ്റ്റ് ഞാൻ മലയാളത്തിലേക്ക് എടുത്ത് ചാടി. മലയാളത്തിലാണ്. എനിക്ക് മലയാളം എഴുതാൻ പോലും മര്യാദയ്ക്ക് അറിയായിരുന്നില്ല. ചില സമയത്ത് ഞാൻ മലയാളം നോട്ട് മംഗ്ലീഷിലാണ് എഴുതിയിരുന്നത്, ഇംഗ്ലീഷിലാണ് മലയാളം എഴുതിയിരുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുമെങ്കിൽ നിനക്കും കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, ഞാൻ പണ്ട് എന്താ പറയുക സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ മലയാളം കഥാരഞ്ജന എനിക്ക് ഫസ്റ്റ് ഒക്കെ വാങ്ങിയിട്ടായിരുന്നു +2. ഓക്കെ, ഇത് എനിക്ക് പറ്റിയ സംഭവമാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ പോയിട്ട് മിൻ ടീച്ചറെ കണ്ടു. അപ്പോൾ മിൻ ടീച്ചർ നീ കയറി നോക്കാന്ന് പറഞ്ഞു. ടീച്ചർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ മലയാളം എടുത്ത് തീർക്കുകയും ചെയ്തു. പിന്നെ കോവിഡ് വന്നതിൻ്റെതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ കൊണ്ട് കുറച്ച് ഡിലേ ഒക്കെ സംഭവിച്ചെന്നു അല്ലാതെ കോഴ്സ് പെട്ടെന്ന് തീർന്നു. അപ്പം മലയാളം ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്യും. അങ്ങനെയാണ് ഞാൻ മലയാളത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ദ പോയിന്റ് ഈസ്, മലയാളത്തിന് ഒരു പേപ്പർ 2 ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. പേപ്പർ 2 എന്ന് പറയുന്നത് ലിറ്ററേച്ചറാണ്, ഭയങ്കര പ്യുവർ ലിറ്ററേച്ചറാണ്. അപ്പോൾ അവിടെ നമ്മളുടെ തിങ്കിങ് എന്ന് പറയുന്നത് ആ ലെവലിൽ പോകണം. പേപ്പർ 1 ഈസ് ഫൈൻ. പേപ്പർ 1 കുറച്ചുകൂടി ലോജിക്കലാണ്, ഹിസ്റ്ററി ഒക്കെയാണ് പറയുന്നത്, അതായത് സാഹിത്യ ചരിത്രവും മറ്റേതൊക്കെ പറയും. അത് ചിന്തിച്ചിട്ട് എഴുതാൻ എനിക്ക് കുഴപ്പമില്ല, എൻ്റെ വേ ഓഫ് തിങ്കിങ് അങ്ങനെയാണ്. പക്ഷെ പേപ്പർ 2 എത്ര തലകുത്തി ഞാൻ നിന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ മലയാളത്തിൻ്റെ ഓപ്ഷണലിൽ ഞാൻ കിടന്ന് അതെനിക്ക് മാറ്റാൻ പറ്റാത്തൊരു സിനാരിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഓപ്ഷണൽ എടുത്തത് മര്യാദയ്ക്ക് ഫിസിക്സ് ഒക്കെ തീരില്ല എന്നുള്ള പേടിയില്ല. പക്ഷെ ആ കൊല്ലം പിന്നെ മെയിൻസ് പറഞ്ഞത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് കൊറോണ കാരണം. 2021 ജനുവരിയിലാണ്. ഫിസിക്സിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യായിരുന്നെങ്കിൽ ഫിസിക്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാമായിരുന്നു, എന്നെ സംബന്ധിച്ച് ഫിനിഷ് ചെയ്യാമായിരുന്നു. പക്ഷെ ആ ഒരു പേടിയുടെ പുറത്ത് ഞാനൊരു ഓപ്ഷണൽ ചൂസ് ചെയ്തു. മലയാളത്തിൽ ഞാനും മിനി ടീച്ചറും കൂടി തലകുത്തി നിന്നിട്ടും എൻ്റെ മാർക്ക് 250 കടന്നിട്ടില്ല. അപ്പോൾ ദാറ്റ് ഈസ് ദ വൺ റീസൺ വൈ ഐ ഡിഡ് നോട്ട് ക്ലിയർ മെയിൻസ് മെനി ടൈംസ്. മെയിൻസ് 2 തവണ കിട്ടാതെ പോയതിലും ഓപ്ഷണലിൽ എനിക്ക് വളരെ മാർക്ക് കുറവായിരുന്നു. പിന്നെ എൻ്റെ ഭാഗ്യത്തിന് 2023 പ്രിലിംസ് ഞാൻ പൊട്ടി. ആ പൊട്ടിയപ്പോൾ ഞാൻ നോക്കി, ഇതെൻ്റെ ഒരു സിഗ്നലായിട്ട് ഞാൻ എടുത്തു. ഓക്കെ, മലയാളമല്ല, ഞാൻ ഈ ഫിസിക്സിലേക്ക് മാറാണ്. കാരണം വൺസ് യു ഗെറ്റ് ഇൻ ടു ദ സൈക്കിൾ അതിൽ നിന്ന് മാറാൻ പറ്റില്ല. കാരണം നമ്മൾ എഴുതി വന്നു, മെയിൻസ് കടക്കുന്നതോടുകൂടി പിന്നെ ഓപ്ഷണൽ മാറ്റാണെങ്കിൽ പിന്നെ നമുക്ക് നേരം കിട്ടില്ല. വീണ്ടും നമുക്ക് നെക്സ്റ്റ് ഇതിൽ തന്നെ എങ്ങനെ കിടന്ന് കളിക്കണം. പിന്നെ ഒരു കൊല്ലം ഫുൾ ബ്രേക്കിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഓപ്ഷണൽ മാറ്റാൻ പറ്റുള്ളൂ. സോ ആ ഒരു റോങ് ചോയ്സ് ഓഫ് ഓപ്ഷണൽ ആയിരുന്നു എൻ്റെ വൺ ഓഫ് ദ മെയിൻ ഇംപെഡിമെന്റ് എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. ഫിസിക്സ് തന്നെ ആയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഗെറ്റ് ഇൻ ടു ദ ലിസ്റ്റ്. എനിക്ക് നേരത്തെ ലിസ്റ്റിൽ എത്തുമായിരുന്നു. കാരണം ഐ എം റിയലി ഗുഡ് ഇൻ ഫിസിക്സ്. അപ്പോൾ അത് ഇപ്രാവശ്യം എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സോ അത് വൺ ഓഫ് ദ റീസൺ ആണ്. പിന്നെ ഞാൻ കുത്തിപ്പിടിച്ചിരുന്ന് പഠിക്കലൊക്കെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇരുന്ന് ചെയ്യുന്ന പോലെയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അതും പറയണം. പല സബ്ജക്റ്റുകളും എന്താ പറയുക, എല്ലാ ദിവസവും മൺഡെയിൻ എന്ന രീതിയിലുള്ള ഒരു വർക്ക് ഷെഡ്യൂൾ ഉണ്ടല്ലോ കുട്ടികൾക്ക്. അതൊന്നും ഞാൻ പിന്നീട് ലേറ്റർ ഇയേഴ്സിൽ ഞാൻ അങ്ങനെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടില്ല. അപ്പോൾ അതും എന്നെ എഫക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അത് സെൽഫ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഐ ഷുഡ് ഹാവ് ബീൻ എ ലിറ്റിൽ ബിറ്റ് മോർ എന്താ പറയുക, കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ടൊക്കെ പഠിക്കണമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊല്ലം ഫിസിക്സ് എടുത്തു കഴിഞ്ഞപ്പോൾ, ഫിസിക്സ് നമ്മൾ കുറച്ച് നാളായി വിട്ട സബ്ജക്റ്റ് ആണല്ലോ.
അപ്പൊ അത് തനിയാണോ പഠിച്ചെടുത്തത് അതോ എവിടെയെങ്കിലും പോയിരുന്നു? എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? മുഴുവനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നില്ല ഫിസിക്സ്. കാരണം വെച്ചാൽ ഞാൻ ഫോറസ്റ്റ് സർവീസിന് വേണ്ടിയിട്ട് ഫിസിക്സ് ആയിരുന്നു എൻ്റെ ഓപ്ഷണൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ അതൊക്കെ ഒന്ന് ഞാൻ റിഫ്രഷ് ചെയ്യുമായിരുന്നു. പക്ഷെ പ്രോപ്പർലി ഇതിന്റെ ഓപ്ഷണലായിട്ട് ഞാൻ എടുത്തപ്പോൾ ഞാൻ ഡൽഹിയിൽ മാത്രമാണ് ഇതിന് കോച്ചിങ് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഡൽഹിയിലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. അവിടുത്തെ ഇതിൽ കോച്ചിങ്. പക്ഷേ കോച്ചിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് സിലബസ് ആണ് ഫിസിക്സിന്. പക്ഷെ അതിൽ ഇത്രയും ആവശ്യമില്ല. ഇതിൽ ഏതാണ് ആവശ്യമുള്ളത് ഏതാണ് ആവശ്യമില്ലാത്തതെന്ന് തിരിച്ചറിയാനായിട്ട് ആ ക്ലാസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ തന്നെ പിന്നെ ഭയങ്കരമായിട്ട് ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തു. മാത്രമല്ല ഞാൻ ആ ഇയറിൽ ഞാനിവിടെ ഫിസിക്സ് പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങിയതിനുള്ള ദുരുദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് കൂടി പഠിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ പഠിപ്പിക്കാനാകുമ്പോൾ നമ്മൾ എന്തായാലും മുഴുവൻ നല്ല ഡെപ്തിൽ പഠിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് ടീച്ചിങ് ഫിസിക്സ് ആസ് എൻ ഓപ്ഷണൽ ഓൾസോ. അപ്പോൾ അത് രണ്ടും കൂടി ആയപ്പോൾ ഐ ഫെൽറ്റ് റിയലി ഗുഡ്. അപ്പോൾ ഡൽഹിയിലത്തെ ക്ലാസ്സും പിന്നെ ഞാനിവിടെ പഠിപ്പിച്ചതും കൂടി ചേർന്നിട്ടാണ് എൻ്റെ ഓപ്ഷണൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയത്. പ്രണവ് എത്ര പ്രാവശ്യം ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്? സെക്കൻഡ് ഇന്റർവ്യൂ ആണ് ഇപ്പൊ കിട്ടിയത്. സെക്കൻഡ് ഇന്റർവ്യൂ ആണ്. അപ്പൊ 2 ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ചില രസകരമായ ചോദ്യങ്ങൾ അതൊന്ന് ഓർത്തെടുക്കാമോ? ആദ്യത്തെ തവണത്തിൽ എനിക്ക് പണി തന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡു യു കമ്പയർ വാട്ട് IIT മദ്രാസ് ക്യാൻ ലേൺ ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഒണ്ടാരിയോ. ദാറ്റ് ഇസ് മൈ യൂണിവേഴ്സിറ്റി ഇൻ കാനഡ. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ ആൻസർ എന്ന് വളരെ ലോജിക്കൽ ആൻസർ ആയിരുന്നു. കാരണം ഭയങ്കര കോഴ്സ് ലോഡ് കൂടുതലാണ് IIT മദ്രാസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, എസ്പെഷ്യലി അറ്റ് മാസ്റ്റേഴ്സ് ലെവൽ. ആ കോഴ്സ് ലോഡ് കുറച്ച് റിസർച്ചിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം. 28 കോഴ്സ് എടുത്തു കഴിഞ്ഞാലാണ് MSc കിട്ടുക ഫിസിക്സിൽ IIT മദ്രാസിൽ. 4 കോഴ്സും ഒരു ഫുൾ പ്രൊജക്റ്റും ചെയ്ത് കഴിഞ്ഞാൽ കാനഡയിൽ PhD MSc കിട്ടും. അപ്പോൾ ഐ തോട്ട് ദിസ് ഇസ് റിയലി ഗുഡ് ആൻസർ ടു സേ റൈറ്റ്. നല്ലൊരു പോയിന്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ആൻസർ ചെയ്തു. സോ വൺ ഓഫ് ദി മെമ്പർ ആസ്ക്ഡ് മീ വൈ ആർ യു ഇൻസൾട്ടിങ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നൊക്കെ. ഞാൻ വിചാരിച്ചു ഹി വാസ് ട്രൈങ് ടു എന്നെ ഒന്ന് എന്താ പറയുക വെരട്ടി നോക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ചോദിക്കണമെന്ന് വിചാരിച്ചത്. പക്ഷെ ആളുടെ എനിക്ക് തോന്നുന്ന ആളെ ഏതോ IIT-യിലത്തെ പ്രൊഫസർ ആയിരുന്നുകൊണ്ട് ആൾക്ക് അങ്ങോട്ട് ഉള്ളിലങ്ങോട്ട് ഭയങ്കരമായിട്ട് വിഷമം കയറി എന്നെ കുറെ ചീത്തയൊക്കെ പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് ചെയർ ഇടപെട്ടിട്ടാണ് നിർത്തിച്ചത്. ഞാനാണെങ്കിൽ ഒട്ടും ഒഫെൻസീവ് ആയിട്ടല്ല പറയാം, ഞാൻ വളരെ എന്താ പറയുക ഹമ്പിളായിട്ട് പറയുകയും ചെയ്തു. പക്ഷെ അതിൽ തന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഹൗ ടു മേക്ക് മലയാളം ആൻഡ് ഇന്റർനാഷണൽ ലാംഗ്വേജ്. അതൊരു നല്ല ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. കാരണം അന്ന് മലയാളമാണ് ഓപ്ഷണൽ, മലയാള ലിറ്ററേച്ചറിന് ഒരു ഇൻട്രസ്റ്റിംഗ് ഇതായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹി ആസ്ക്ഡ് മീ ഹൗ ക്യാൻ യു മേക്ക് മലയാളം ഇൻ ഇന്റർനാഷണൽ ലാംഗ്വേജ്. അപ്പോൾ അത് ഐ തിങ്ക് ഐ ആൻസർഡ് അബൌട്ട്. അന്ന് ആ സമയത്താണെങ്കിൽ OTT-യിൽ മലയാളം സിനിമകൾ ഇറങ്ങി ലോകം മുഴുവൻ കാണുന്ന സമയമാണ്. അപ്പോൾ ത്രൂ മൂവീസ് ആൻഡ് അതർ കൾച്ചറൽ ഇന്ററാക്ഷൻ വി ക്യാൻ മേക്ക് മലയാളം സച്ച് എ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞു പോയി. ഇപ്പൊ കൊറിയൻ കുറെ കുട്ടികൾ ഇപ്പൊ K-pop ഒക്കെ വന്നതിന് ശേഷം കുറെ കുട്ടികൾ കൊറിയൻ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ മലയാളം വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇക്കൊല്ലം പക്ഷെ ഇന്റർവ്യൂവിലത്തെ ചോദ്യങ്ങളെക്കാൾ രസം ഇന്റർവ്യൂവിന്റെ ഡേ ആയിരുന്നു. ഭയങ്കര ഇമ്പാക്ട്ഫുൾ ഡേ ആയിരുന്നു. നമ്മൾ കേരള ഹൗസിലാണല്ലോ സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ കേരള ഹൗസിൽ നിന്നും 200 മീറ്റർ മാറിയിട്ടാണ് ജന്തർ മന്ദർ. അപ്പോൾ എൻ്റെ ഓപ്ഷണൽ ഫിസിക്സ് ആണ്. അസ്ട്രോണമിയിൽ എനിക്ക് ഡിഗ്രി ഉണ്ട്. അപ്പൊ അസ്ട്രോണമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മോണ്യുമെന്റ് ആണ് ജന്തർ മന്ദർ. സോ ഞാനിങ്ങനെ അസ്യൂം ചെയ്യണം, ഓക്കെ ഞാൻ ഇന്റർവ്യൂ ഹാളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ നിങ്ങൾ എന്താ ചെയ്തേ, വാട്ട് ഡിഡ് യു ഡു ഇൻ ദ മോർണിംഗ് എന്ന് ചെയറെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ഐ വാണ്ടഡ് ടു സേ ദാറ്റ് ഐ വെന്റ് ഫോർ എ വാക്ക് ഇൻ ജന്തർ മന്ദർ എന്ന് ആൻസർ പറയാലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്വസ്റ്റ്യൻ പതുക്കെ എങ്ങോട്ട് മാറ്റാം, ജന്തർ മന്ദർ വഴി ആസ്ട്രോണമിയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള പ്രതീക്ഷയിൽ രാവിലെ ഞാൻ കേരള ഹൗസിൽ നിന്ന് ഇറങ്ങി ജന്തർ മന്ദറിലേക്ക് നടക്കാൻ പോയി. പോകുന്ന വഴിക്ക് അവിടെ റോഡ് ക്ലോസ്ഡ്, വാഹനങ്ങൾ പോകില്ല, അവിടെ റോഡ് ക്ലോസ്ഡ് ആണ്. പക്ഷെ നടക്കാൻ മാത്രമേ പറ്റുള്ളൂ. അവിടെ ഒരു 30-40 സ്ട്രേ ഡോഗ്സ് ഉണ്ട്, തെരുവട്ടികൾ അവിടെ ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിൽ ഏതൊരു പട്ടി അവിടെ പ്രസവിച്ച് കിടക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടില്ല. അതിന്റെ സൈഡിൽ കൂടെ നടക്കാൻ പോയപ്പോൾ എല്ലാം കൂടി ചുറ്റും നിന്ന് കടിക്കാൻ വന്ന് മേത്തേക്ക് ചാടുന്ന രീതിയിലൊക്കെ വന്ന് കുരച്ച് ഭയങ്കര ബഹളം പ്രശ്നമായിരുന്നു. എനിക്ക് തൊട്ടടുത്തുനിന്ന് ഒരു വടി പെട്ടെന്ന് താഴ്ത്തുനിന്ന് കിട്ടി. അത് ഞാൻ പിടിച്ച് വലിച്ച് റോട്ടിലൊക്കെ കുറെ അടിച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കി. കയ്യിൻ്റെ ഉള്ളിൽ ആരൊക്കെ കയറി പൊട്ടി, ഇപ്പോഴും ഉണ്ട് ഇവിടെ. സോ എന്നിട്ട് എങ്ങനെയൊക്കെയോ അതിനെയൊക്കെ ഓടിപ്പിച്ചിട്ട് തിരിച്ച് ഓടിയിട്ടാണ് തിരിച്ച് കേരള ഹൗസിൽ വന്ന് കയറുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു എക്സ്പീരിയൻസിന് ശേഷം ഇന്റർവ്യൂവിന് പോകുന്നത്. ഇനി ഏത് ബോർഡ് വന്നാലും വിഷയമല്ല, ഏറ്റവും വലിയ പ്രശ്നം രാവിലെ കഴിഞ്ഞു, ഇത്രയും വലിയത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എന്ത് ബോർഡ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇന്റർവ്യൂവിന് ചെന്ന് കയറുന്നത്. സോ ഒട്ടും തന്നെ ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ. അതുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയബിൾ ആയിട്ടായിരുന്നു. എനിക്ക് ഇന്ന ആളുടെ ബോർഡ് വേണ്ടാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ആളുടെ ബോർഡ് തന്നെയാണ് കിട്ടുകയും ചെയ്തത്. പക്ഷെ ഐ ഡിഡ്ന്റ് മൈൻഡ് അറ്റ് ഓൾ. ഭയങ്കര രസമായിട്ട് ഇന്റർവ്യൂ പോയി. കുറെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്, ഒട്ടും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം BB സ്വൈൻ്റെ ബോർഡാണ്. അപ്പൊ ഞാൻ ഐ ഡിഡ് നോട്ട് എക്സ്പെക്ട് ഹിം ടു ആസ്ക് ഓൺ കേരള മലയാളം ലിറ്ററേച്ചർ ആൻഡ് ഓൾ. ലിറ്ററേച്ചർ ചോദിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. കാരണം എൻ്റെ ഇപ്രാവശ്യത്തെ ഡാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ഒറ്റ വാക്കേ ഉള്ളൂ. പണ്ട് കേരള സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു ഫോർ കഥാരചന.
അതാണ് അങ്ങനെ കണ്ണിപ്പെട്ടത്. ഫസ്റ്റത്തെ ചോദ്യം ടെൽ മീ അബൌട്ട് എം ടി വാസുദേവൻ നായർ. അപ്പൊ എം ടി വാസുദേവൻ നായരെ പറ്റിയിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റർ ഇൻ മലയാളം. ആളുടെ രണ്ടാം ഊഴം നോവലാണ് എൻ്റെ ഫേവറേറ്റ്, അതിനെ പറ്റി പറഞ്ഞു. നോ ഐ വാണ്ട് ടു നോ അബൌട്ട് ഷെർലോക്ക് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആലോചിച്ചോക്കെ ഐ റിമെമ്പർ ദാറ്റ് എം ടി ഹാസ് റിട്ടൺ എ ഷോർട്ട് സ്റ്റോറി കോൾഡ് ഷെർലോക്ക്. ഹി ഹാഡ് റെഡ് ദാറ്റ് സ്റ്റോറി. ഓക്കെ, അപ്പോൾ ഞാൻ ഷെർലോക്കിനെ കുറിച്ചിട്ടാണ് ആൻസർ ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, ശരി. എനിക്ക് ആകെ ഓർമ്മയുള്ളത് അതൊരു പൂച്ചയുമായി ബന്ധപ്പെട്ട കഥയാണ്. പൂച്ചേനെ ബേസ് ചെയ്തിട്ട് അമേരിക്കയിലേക്ക് പ്രൊട്ടാഗണിസ്റ്റ് അമേരിക്കയിൽ പോയി അവിടെ ഒരു പൂച്ചേനെ കണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു കഥയാണെന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു. സോ ഓക്കെ, ഹി വാസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. ഐ ടോൾഡ് ഹിം ഐ ഡോണ്ട് റിമെമ്പർ മച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ആൾ ചോദിച്ചത് ടെൽ മീ അബൌട്ട് കെ ആർ മീര ആൻഡ് ഹെർ വർക്ക്. ഇത് എവിടേക്ക് പോകണമെന്ന് എനിക്ക് മനസ്സിലായി. ലിറ്ററേച്ചർ വഴി കൂടെ പോവാണോ? I didn't know why the context in which he's asking this. അപ്പോൾ apparently KR Meera was his student. അപ്പോൾ അങ്ങനെയാണ് ചോദിക്കുന്നത്. പിന്നെ അങ്ങനെ പോയി. But then many questions, eventually question came to all the questions came to India-Canada relation. Because അന്ന് കാനഡ റിലേഷൻ ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയമാണ്. ഞാൻ കാനഡയിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ ഒരുവിധ എല്ലാ ക്വസ്റ്റ്യൻസുകളും കാനഡ വഴി പോയി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ റിലേഷൻസ്, ജിയോ പൊളിറ്റിക്സ്, ട്രംപ്, അങ്ങനെയൊക്കെ പോയി. സോ one of the question was 2029 ആകുമ്പോൾ do you think that the world will be the same with respect to the world relation will be the same എന്നൊക്കെ രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമുള്ളത്. പ്രണവ്, നമ്മൾ വളരെ നല്ലൊരു ജോലി വിട്ടിട്ട് നമ്മൾ ഇത്രയും ഒരു 7-8 കൊല്ലം നിൽക്കുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഒത്തിരി പ്രഷേഴ്സ് കാണും. ആൻഡ് നമുക്ക് തന്നെ നമ്മൾ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യലിൽ പെർഫോം ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നാം. അപ്പോൾ ഇങ്ങനെ സെൽഫ് ഡൗട്ട് വന്ന മൊമെന്റ്സ് ഉണ്ടോ? അപ്പൊ അതുപോലെ വേറെ എന്തെങ്കിലും ബാക്കപ്പ് പ്ലാനോ വേറെ എന്തെങ്കിലും കരിയറോ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നോ ഈ കാലഘട്ടത്തിൽ? ഞാനെപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ ഓൾവേസ് ഫീലിംഗ് റെസ്റ്റ്ലെസ്. കാരണം വെച്ചാൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പഠിക്കുന്നുണ്ട് എന്നല്ലാതെ ഇതൊന്നും ഡയറക്ട്ലി ഇമ്പാക്ട്ഫുൾ ആയിട്ടൊന്നും നടക്കുന്നില്ല എന്ന് എനിക്ക് ഭയങ്കര എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രളയം നടക്കുമ്പോഴും COVID-19 കൊറോണ വൈറസ് ഒക്കെ നടക്കുമ്പോഴൊക്കെ ഒരു യങ് ആയിട്ടുള്ളൊരു വ്യക്തി എന്ന രീതിയിൽ സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ ഞാനിവിടെ ഒരു മൂലയ്ക്കിരുന്ന് പഠിച്ചിരിക്കുകയാണ്. കുറേ പേര് ചില വോളണ്ടിയേഴ്സ് ആക്ടിവിറ്റീസിനൊക്കെ ആയിട്ട് ഇറങ്ങുമെങ്കിലും സബ്സ്റ്റാൻഷ്യലായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചുമ്മാ ഇരിക്കുകയാണെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, കുറെ കഴിയുമ്പോൾ അത് കണ്ടിന്യൂസ്ലി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും 20 പൊട്ടി, 21 പൊട്ടി, 22 പൊട്ടി. ഒപ്പം പഠിച്ചിട്ടുള്ളവരൊക്കെ കയറിപ്പോയി അവരൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ കുറേയൊക്കെ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഡെസ്പായിട്ടുണ്ട്. പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നതിനുള്ള വൺ ഓഫ് ദ മേജർ റീസൺ വാസ് ഞാൻ ഫോർച്യൂൺ ഫാക്കൽറ്റി ആയതുകൊണ്ട് ഫിനാൻഷ്യലി ഐ വാസ് സെറ്റിൽഡ്. ഫിനാൻഷ്യലി വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഐ വാസ് ഓൾവേസ് ഹാവിംഗ് ദി സെൽഫ് ഡൗട്ട്, വാട്ട് ആം ഐ ഡൂയിങ് ഹിയർ, എന്താണ് ഞാൻ സിവിൽ സർവീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് മാത്രമല്ല, യു സ്റ്റാർട്ടഡ് ഡൗട്ടിങ് യുവർ സെൽഫ്. നീ ഭയങ്കര വലിയ പഠിപ്പിസ്റ്റും വാങ്ങിക്കായിരുന്നു, IIT പഠിച്ചതാണ്, അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഇപ്പം IIT പഠിച്ചുകൊണ്ടുള്ള ആ ഒരു ഗുണം ക്ലാസ് റൂമിൽ ചെന്നിട്ട് പിള്ളേരുടെ മുമ്പിൽ പറയാം പണ്ട് IIT പഠിച്ചതാണ് എന്ന രീതിയിൽ ഒക്കെ എത്തിയെന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങി. സോ അതൊരു വല്ലാത്തൊരു സ്വയം ഇങ്ങനെ എവിടേക്ക് എത്തുന്നില്ല എന്നൊക്കെ തോന്നിയൊരു സമയത്ത് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ട്രൈ ഔട്ട് സംതിങ് എൽസ്. അങ്ങനെ ഞാൻ CAT എഴുതിയിട്ട് എനിക്ക് 2 IIM എനിക്ക് കോള് കിട്ടി. അവിടുത്തെ ഇത് കിട്ടി, പോയില്ല, പക്ഷെ ഐ ജസ്റ്റ് വാണ്ടഡ് ടു സീ വെദർ ഐ ഗെറ്റ് ഇറ്റ്. അപ്പോൾ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് ദാറ്റ് ഓക്കെ, ഞാനൊരു മുഴുവനായിട്ട് മൊത്തത്തിൽ പോയിട്ടൊന്നുമില്ല, ഐ സ്റ്റിൽ ഹാവ് ദാറ്റ് ഇൻസൈഡ് മീ. അപ്പൊ ഞാൻ റിയലൈസ് ദാറ്റ് ഓക്കെ, ഈ സിവിൽ സർവീസ് ജേണി കുറെ കഴിയുമ്പോൾ നമ്മളെ സ്വയം എന്താ ചെയ്യുക, നമ്മളെ സെൽഫ് ഡൗട്ടിലേക്കൊക്കെ തള്ളിവിടാൻ പറ്റുന്ന സാധനം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ആ ഒരു സമയത്ത് ഐ സ്റ്റാർട്ടഡ് റിയലൈസിങ് ഓക്കെ സിവിൽ സർവീസ് അല്ലെങ്കിൽ എനിക്ക് വഴികളുണ്ട്, ഐ ഷുഡ് ബി. പക്ഷെ ഒരൊറ്റ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഷുഡ് അനലൈസ് യുവർ സെൽഫ് വാട്ട്സ് ദ കറന്റ് സിനാരിയോ. അപ്പൊ എനിക്ക് നോക്കിയപ്പോൾ കഴിഞ്ഞൊരു 3-4 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്, സ്കിൽ ഗ്യാപ്പ് ഉണ്ട്. ആ സ്കിൽ ഗ്യാപ്പ് ഞാൻ ഏതെങ്കിലും രീതിയിൽ മറികടക്കണം. അതിന് ഏതെങ്കിലും ഒരു സ്കിൽ കോഴ്സ് എന്തായാലും എടുക്കേണ്ടി വരും. അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഏരിയയിൽ, ഇപ്പോൾ ഡാറ്റ അനലിറ്റിക്സ് ഒക്കെ ഒന്നുകൂടി വളർന്നു വരുന്ന സമയമാണ്. സോ അതോ അല്ലെങ്കിൽ പബ്ലിക് പോളിസിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും 1 ഇയറിന്റെ ഏതെങ്കിലും പ്രോഗ്രാമുകൾ എടുത്ത് അങ്ങനെ പോയിട്ട് വേറെ സ്റ്റുഡൻസ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ഓപ്ഷൻസുകളൊക്കെ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചിങ് വാസ് ഓൾവേസ് ബാക്കപ്പ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യം. ഈ ഒരു ലോങ് ജേർണിയിൽ, അതായത് UPSC പ്രിപ്പറേഷൻ ജേർണി പലപ്പോഴും ഒരു സാക്രിഫൈസസിന്റെയും സ്റ്റോറിയാണ്. അങ്ങനെ വേണ്ടാന്ന് വെച്ചതോ വേണ്ടാന്ന് വെക്കേണ്ടി വന്നതോ ആയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? കുറെ ഉണ്ട്. പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫസ്റ്റത്തെ മെയിൻസിന്റെ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാം ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. കാരണം ഒക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എനിക്കൊരു 80 മാർക്സ് പ്ലസ് അല്ലെങ്കിൽ ലൈക്ക് 80% മുകളിൽ എനിക്ക് കിട്ടാമായിരുന്ന ഒരു പേപ്പറായിട്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല. അപ്പോൾ അത് കയറി അന്ന് എന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യാൻ അക്കാഡമിയിൽ നിൽക്കാവുന്ന ഒരു സാധനമായിരുന്നു.
പിന്നെ IIM കിട്ടി, പോയില്ല. അതുകൂടാതെ ഞാൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ടെസ്റ്റ് എഴുതിയിട്ട് സയന്റിഫിക് അസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് കിട്ടി. പക്ഷെ അപ്പോഴും അതിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫോറസ്റ്റ് സർവീസ് എക്സാമിനേഷൻ എഴുതാൻ പറ്റില്ല. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു, അത് വിടേണ്ടി വന്നു. അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ്. അതിൻ്റെ ഇടയിൽ എനിക്ക് എല്ലാ കൊല്ലവും ഒരു മാർച്ചൊക്കെ ആകുമ്പോൾ, ഞാൻ പണ്ട് ഒരു IIT JEE കോച്ചിങ് സെന്ററിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു 10 മാസം. അപ്പൊ അതിന്റെ ഡയറക്ടറായിരുന്ന ആളിപ്പോൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വലിയ ഫാക്കൽറ്റി ആയിട്ട് നിൽക്കുക. ആളെല്ലാ കൊല്ലവും മാർച്ച് ആകുമ്പോൾ വിളിക്കും, പ്രണവേ എന്തായി, ഈ കൊല്ലം നിൽക്കാൻ തന്നെയാണോ പ്ലാൻ, അതോ വരുന്നുണ്ടോ, ഞങ്ങളുടെ ഇവിടേക്ക് വരുന്നുണ്ടോ, ഫിസിക്സിന് ഞങ്ങൾക്ക് ആളെ വേണം, എന്താണ് ഉദ്ദേശം, വരുന്നുണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിക്കും. നല്ല സാലറിയാണ്, ഭയങ്കര അത്യാവശ്യം നല്ല IIT JEE ഒക്കെ നല്ല സബ്സ്റ്റാൻഷ്യൽ സാലറി ആണല്ലോ. അതിങ്ങനെ കോള് വരും, ഇല്ല ബ്രോ ഞാനില്ല, ഞാൻ ഇപ്രാവശ്യം ഇറങ്ങിത്തിരിക്കുകയാണ്, എന്ന് വെച്ചാൽ ശരി ഞാൻ അടുത്ത കൊല്ലം വിളിക്കാന്ന് പറഞ്ഞിട്ട് ആൾ വയ്ക്കും. അപ്പൊ അങ്ങനെ കുറെ എല്ലാ കൊല്ലവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരും, അത് വേണ്ടാന്ന് വയ്ക്കും. ഇത് തന്നെ കാരണം ഐ ഫീൽ ലൈക്ക് ഓക്കെ, ഇനി എനിക്കൊരു അൾട്ടിമേറ്റ്ലി എന്താ വെച്ച് കഴിഞ്ഞാൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു അണ്ടർ എംപ്ലോയ്മെന്റ് അല്ലാന്ന് തോന്നുന്ന ഒരു ജോബ് എനിക്ക് ഈ ഒരു ഏജിൽ എനിക്ക് കിട്ടാൻ പറ്റുന്നത് ഇനി സിവിൽ സർവീസ് തന്നെയാണെന്ന് എപ്പോഴും റിയാലിറ്റി പോലെ സ്റ്റക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ നമ്മൾ ആ ഒരു ഇമ്പാക്ട് വരാൻ ചിലപ്പോൾ പിന്നെ ഒരു 10 വർഷമൊക്കെ എടുക്കുമായിരിക്കും. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു MBA ഒക്കെ എടുത്ത് പോയി വേറെ മെക്കൻസി അങ്ങനത്തെ ഏതെങ്കിലും ഒക്കെ ഒരു സ്ഥലത്ത് കയറി അതിൽ പിന്നെ ഒരു സൊസൈറ്റിയിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ട് വർക്ക് ചെയ്ത് വരാൻ ചിലപ്പോൾ വർഷങ്ങൾ എടുക്കുമായിരിക്കും. പക്ഷെ ഇമ്മീഡിയറ്റ്ലി എനിക്ക് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം സിവിൽ സർവീസ് തന്നെയാണെന്നൊരു റിയാലിറ്റി തലയിൽ എവിടെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്ത് വന്നാലും വേണ്ടില്ല മുന്നോട്ട് പോകാൻ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൊണ്ട് വന്നിട്ട് സാർമാര് സംസാരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുമൊക്കെ. ഇടയ്ക്കൊക്കെ സൈലേഷ് സാറിൻ്റെ ഇതെന്ന് പറയും, എന്താണ് ചെയ്യുക സാർ, ഇരിക്കി പോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യും. നിതിനാണ് മെയിൻ ആള്. നിതിൻ സാറിൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട്. നിതിൻ ഈസ് ഓൾവേസ് എന്താ പറയാ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിതിനാണ് പിന്നെ ആദ്യത്തതിന് ശേഷം എല്ലാം ഇവിടെ എന്റെ മെന്റർ നിതിനായിരുന്നു. അങ്ങനെ സോ കുറെ ഓപ്പർച്യൂണിറ്റീസ് കളഞ്ഞിട്ടുണ്ട്, പക്ഷെ വേർത്ത് ഇറ്റ് ആണ്. ഇപ്പൊ പറഞ്ഞല്ലോ വേർത്ത് ഇറ്റ് ആണെന്ന്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? സിവിൽ സർവീസ് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇപ്പം IITയോ അല്ലെങ്കിൽ കാനഡയിൽ ഒരു നല്ല സ്ഥലത്ത് സ്കോളർഷിപ്പോടെ റിസർച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പല ജോലിയും കമ്പയറബിൾ ആയിട്ട് തോന്നാം. പക്ഷെ ഇത്രയും ഒരു വെയിറ്റിന് ശേഷം സ്റ്റിൽ വർത്ത് ഇറ്റ് എന്ന് പറയുന്നത് അതിന്റെ റീസൺ എന്താ? കുറച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ആ ജോബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബ് ഒരു പോസ്റ്റിൽ നമ്മൾ കയറി 2ാമത്തെ വർഷം ആകുമ്പോഴേക്കും ഏകദേശം 5 ലക്ഷം പേരുടെ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ എന്താ പറയാ ലോ ആൻഡ് ഓർഡർ മുതൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുതൽ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാനല്ല, എല്ലാത്തിനെയും പോസിറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് വരേണ്ടത് ഞാൻ വിചാരിക്കുന്നില്ല. I don't think there are any other jobs unless you are a politician. Yes, if you are a politician and if you are a minister and all at that level നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി പോളിസീസ് ഒക്കെ മേക്ക് ചെയ്തിൽ യു ഡെഫിനറ്റ്ലി ക്യാൻ ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഇമ്പാക്ട്. പക്ഷേ ഏതൊരു പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾ കയറി പോകുന്ന ഏതൊരു ജോബ് എടുത്തു കഴിഞ്ഞാലും ഇത്രയും വലിയൊരു പോപ്പുലേഷനിൽ കിടക്കുന്ന ആളുകളുടെ ലൈഫിനെ ഒരൊറ്റ ഡിസിഷൻ കൊണ്ടൊക്കെ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് വേറെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഐ ഓൾവേസ് ഫീൽ ലൈക്ക് UPSC's examination is so tough because of this also. They want the best candidate to this particular job. ഒരു 22-23 വയസ്സുള്ള ഒരാൾ കയറി ചെല്ലുമ്പോഴേക്കും അയാൾ പരീക്ഷ എഴുതി കയറി 2 വർഷത്തിനുള്ളിൽ അയാൾ എടുത്താൻ പോകുന്നത് സബ് കളക്ടർ എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ്. സബ് കളക്ടർ എന്നൊരു പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ he's responsible for technically he's responsible for everything that's happening at that sub district. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ജോബ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഡൈവേഴ്സിറ്റീസ് ഓഫേഴ്സ്. ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട്, എൻ്റെ അടുത്ത് എപ്പോഴും മോക്ക് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വയസ്സിൽ കയറി കഴിഞ്ഞിട്ട് എന്തിനാണ് ആകെ 23 വർഷം അല്ലെങ്കിൽ 25 വർഷത്തെ സർവീസ് അല്ലേ കിട്ടുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ പലരുടെയും പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ ഹേമചന്ദ്രൻ IPSന്റെ പുസ്തകം, പലരുടെയും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവർ ചെയ്തിട്ടുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കുകളൊക്കെ നടക്കുന്നത് ആദ്യത്തെ ഒരു 10-16 വർഷത്തെ അവരുടെ ഇതിലാണ്, കരിയറിലാണ്. ആ ഒരു സമയത്ത് അവർ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ അത്രയും ഇമ്പാക്ട്ഫുൾ ആണ്. അപ്പൊ യു ക്യാൻ ഓൾസോ ഡു ദാറ്റ്. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു 20 വർഷമൊക്കെ നമ്മളൊരു സർവീസിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ഉണ്ടായിരിക്കും. അതിൽ തന്നെ നീഷ് ഏരിയാസിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാനും പറ്റും. അതിലൊക്കെ ഒരു എക്സ്പേർട്ട് ലെവലിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റും. എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് പോളിസി മേക്കിങ്ങിലൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും. ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ഇനി ഒരു പ്രൈവറ്റ് സെക്ടറിൽ പോയാൽ പോലും ചിലപ്പോൾ ഉണ്ടാവും ചില ടൈപ്പ് ഓഫ് ജോബുകളൊക്കെ ചിലപ്പോൾ പറ്റുമായിരിക്കും. ഐ ഡോണ്ട് തിങ്ക് മെനി അതർ ജോബ്സ് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് പൊട്ടൻഷ്യൽ. സയന്റിസ്റ്റ് ഉണ്ട്, ഓഫ് കോഴ്സ് ഇല്ല എന്നല്ല. സയന്റിസ്റ്റ് ലെവലൊക്കെ പോകുമ്പോൾ അത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളത് ചെയ്യാൻ പറ്റും ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിലുള്ള സയന്റിസ്റ്റുകളൊക്കെ ആണെങ്കിൽ. പക്ഷേ അറ്റ് ദാറ്റ് ഏജ് ഫോർ മീ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വാസ് ആൻ ഓപ്ഷൻ. ഫോർ മീ ദ ബെസ്റ്റ് ഓപ്ഷൻ വാസ് സിവിൽ സർവീസ്. സിവിൽ സർവീസിലൂടെ ആണെങ്കിൽ ഇവഞ്ച്വലി ഐ നോ ദാറ്റ് ഐ ക്യാൻ ഹാവ് എ ഹ്യൂജ് ഇമ്പാക്ട്, ഐ ക്യാൻ ലീവ് എ ലെഗസി എന്ന് എനിക്ക് തോന്നി. പ്രണവ്, ഈ കൊല്ലം മെയിൻസിന് ആൻഡ് ഓപ്ഷണലിനും പ്രണവിന് മാർക്ക് കൂടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ വർഷം കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്
എന്ന് തോന്നുന്ന സ്ട്രാറ്റജി എന്തായിരിക്കും, അല്ലെങ്കിൽ എന്തായിരുന്നു റിയലി എഫക്റ്റീവ് ഇൻ മെയിൻസ് പ്രിപ്പറേഷൻ? 2 കാര്യങ്ങളാണ്. ഇപ്രാവശ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഷെറിൻ സാറിനെ ആദ്യമേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പരമാവധി ക്ലാസ് ഒഴിവാക്കി തരണം. അപ്പോൾ ഷെറിൻ സാർ വാസ് സോ അക്കമഡേറ്റീവ് ടു ഗിവ് മീ ഇനഫ് ഫ്രീ ടൈം. എനിക്ക് പരമാവധി ക്ലാസ് ബാക്കിയുള്ള സാറുമാരെ ഓടിപ്പിച്ചിട്ട് എനിക്ക് കുറേ ഫ്രീ ടൈം ഫസ്റ്റ് ഓഫ് ഓൾ ഒഴിവാക്കി തന്നിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് ഫ്രീ ടൈം കിട്ടി. ആൻഡ് സെക്കൻഡ് നിതിൻ സാറായിരുന്നു. നിതിൻ സാർ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നിന്നെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നിതിൻ സാർ ഇപ്രാവശ്യം ഇരുന്നുണ്ടായിരുന്നത്. നിതിൻ സാർ ഞാൻ എടുത്തതിൻ്റെ ഒരു 10 ഇരട്ടി വർക്ക് നിതിൻ സാർ എടുത്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് ഫീഡ്ബാക്ക് തരികയും കൃത്യമായിട്ട് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ, ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്ന് സാറ് ഭയങ്കരമായിട്ട് ഗൈഡ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് വെരി ഇമ്പാക്ട്ഫുൾ. പ്രത്യേകിച്ച് ഏരിയാസ് ഒക്കെ പറഞ്ഞിരുന്നു. ചില നിതിൻ സാറിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിതിൻ സാറും മുനി സാറൊക്കെ നമ്മൾക്കൊരു ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയന്ന് ചോദ്യം വന്നിരിക്കും. ഞാൻ IR-നൊന്നും എക്സ്ട്രാ പഠിക്കാറൊന്നുമില്ല. AR-ന് പരീക്ഷയുടെ ഒരാഴ്ച മുമ്പ് സാറിൻ്റെ ചോദിക്കും 4 ടോപ്പിക്ക് പറഞ്ഞ സാറേ എന്ന് പറയും. അപ്പോൾ സാർ ഒരു 5 ടോപ്പിക്ക് പറഞ്ഞുതരും. അതിൽ നിന്നായിരിക്കും 4 എണ്ണം ചോദിക്കുക. എല്ലാ കൊല്ലം അങ്ങനെയാണ്. വേറെ ഒന്നും അഡീഷണൽ പഠിക്കേണ്ടി വരാറില്ല. സോ നിതിൻ വാസ് ഇൻസ്ട്രുമെന്റൽ ലൈക്ക് ഭയങ്കര ഒപ്പം നിന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. 2 കഴിഞ്ഞ കൊല്ലം എപ്പോഴും എൻ്റെ കറണ്ട് അഫയേഴ്സിന്റെ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ന്യൂസ് പേപ്പർ വായിക്കാനേ നേരം കിട്ടാറുള്ളൂ. ഒരു പ്രോപ്പർ നോട്ട് മേക്കിങ്ങിന് എനിക്ക് നേരം കിട്ടാറില്ല. ക്ലാസ് പഠിപ്പിക്കേണ്ടൊക്കെ വരുമ്പോൾ യു ഡോണ്ട് ഗെറ്റ് മച്ച് ടൈം ടു. സോ ന്യൂസ് പേപ്പർ വായന എപ്പോഴും ഉണ്ടാവും. അത് എനിക്ക് തോന്നുന്നു ലൈഫിന്റെ ഭാഗമായി മാറിയതാണ്. ഐ ലവ് റീഡിങ് ന്യൂസ് പേപ്പർ. പക്ഷെ നോട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇപ്രാവശ്യം ചെയ്തൊരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്. ആ സ്റ്റുഡന്റിന്റെ അടുത്ത് പറഞ്ഞു ഐ വാണ്ട് ടു മീ ആൻഡ് ദാറ്റ് സ്റ്റുഡന്റ് സ്റ്റാർട്ടഡ് ക്രിയേറ്റിംഗ് എ സിംഗിൾ 105. ഒരു 105 ഞങ്ങൾ മ്യൂച്വലി ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ ഷെയർ ചെയ്തു. എന്നിട്ട് അതിൽ നോട്ട് മേക്കിംഗ് ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ അതിൽ നോട്ട് ആഡ് ചെയ്യും, ചില ദിവസങ്ങളിൽ ആ കുട്ടി നോട്ട് ആഡ് ചെയ്യും. സോ നോട്ട് മേക്കിംഗ് ഒരു എന്താ പറയുക ഷെയർഡ് ആയിട്ടുള്ള രീതിയിൽ പോയി തുടങ്ങി. അത് ഇവഞ്ച്വലി ആ കുട്ടി തന്നെയാണ് കൂടുതൽ ചെയ്തത്, കാരണം എനിക്ക് സമയം ഭയങ്കര കുറവായിരുന്നു. സോ ഐ യൂട്ടിലൈസ് ദാറ്റ് നോട്ട്സ് വെരി വെൽ. അത് GS 1, 2, 3, 4 എന്ന് പറഞ്ഞ് 1 നോട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള നോട്ട് അത് ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സിനെ ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് അതിൽ ഓരോരോ പേജസ് ആക്കിയിട്ട് ആഡ് ചെയ്ത് നല്ല അടിപൊളി നോട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ജസ്റ്റ് ഓരോ ദിവസത്തെ ഓരോ ആഴ്ചയും മോക്ക് ചെയ്യുമ്പോൾ GS 1 ടോപ്പിക് ആണെങ്കിൽ ഐ ജസ്റ്റ് നീഡ് ടു ഗോ ആൻഡ് റീഡ് ദർ ആൻഡ് എവറി എക്സാമ്പിൾസ് ആർ ദർ. ഐ ജസ്റ്റ് നീഡ് ടു കോപ്പി ഇറ്റ് ആൻഡ് സ്റ്റഡി ഇറ്റ് ആൻഡ് റൈറ്റിംഗ് ദ എക്സാമിനേഷൻ. അത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട് അത് വൺ ഓഫ് ദ ബെസ്റ്റ് വേ ഓഫ് മേക്കിംഗ് നോട്ട്സ് എന്നാണ്. കാരണം സ്റ്റുഡൻസിനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സമയമൊന്നുമില്ല. അവർക്ക് 4 മണിക്കൂർ ക്ലാസ്, 2.5 മണിക്കൂർ 2 മണിക്കൂർ ഓപ്ഷണൽ ക്ലാസ്, പിന്നെ ഒരു 1.5 മണിക്കൂർ ന്യൂസ് പേപ്പർ വായിക്കല്, അതിന്റെ ക്ലാസ്, ഇതെല്ലാം കൂടി വരുമ്പോൾ വേറെ അവർക്ക് പ്രോപ്പർ നോട്ട് മേക്കിങ്ങിനൊന്നും സമയം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഷെയർഡ് നോട്ട് മേക്കിംഗ് ഇൻ ആൻ ഓൺലൈൻ മോഡ്. അത് പൈലറ്റ് ലെവലിൽ വർക്ക് ചെയ്തിട്ട് ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നോട്ടുകളും പിന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസും കൃത്യമായിട്ട് ഇതിന് പ്രാവശ്യം എന്താ പറയുക തലയുടെ മേലെ നിന്നുകൊണ്ട് എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി ഓപ്ഷണലിന്റെ ക്ലാസ് പ്രിപ്പറേഷൻ, ഇതെല്ലാം കൂടിയിട്ടാണ് ഇപ്രാവശ്യം അത്യാവശ്യം നല്ലൊരു ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നത്. മാർക്കിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫൈനൽ ക്ലീഷേഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സാധാരണ പോകുന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ നേരമായി ഇന്റർവ്യൂ, അപ്പൊ അതുകൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തേ പറ്റുള്ളൂ. സോ ലാസ്റ്റ് ക്ലീഷേഡ് ക്വസ്റ്റ്യൻ, നമ്മളിപ്പോ ഒരു ഫസ്റ്റ് ടൈം ആസ്പിറന്റ്, അവർക്ക് പ്രണവിന് കൊടുക്കാനുള്ള അഡ്വൈസ് അതെന്തായിരിക്കും? UPSC പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇതൊരിക്കലും ഒരു ഞാൻ എപ്പോഴും പറയുന്നത് സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പറയുന്ന കാര്യമാണ്. ഇതൊരിക്കലും ഒരു അൾട്രാ ജീനിയസുകളായിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറിലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ അവർ പാസ്സാകണമെന്ന് നിർബന്ധമുള്ള ഒരു എക്സാം അല്ല. അങ്ങനെയുള്ളവർ പാസ്സാകണമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇത് പാസ്സാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി മണ്ടെയിൻ ആയിട്ടുള്ള വർക്ക് കണ്ടിന്യൂസ്ലി ഒരു 10 അല്ലെങ്കിൽ 1 വർഷം 1.5 വർഷം ചെയ്യുന്നവരാണ് ഇത് പാസ്സാകുന്നത്. എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നു, ന്യൂസ് പേപ്പർ വായിക്കുന്നു, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, ക്ലാസ് നോട്ട്സ് പഠിക്കുന്നു, ഓപ്ഷണൽ പഠിക്കുന്നു, ഓപ്ഷണൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, പഠിക്കുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഡെയിലി ചെയ്ത് പറയുമ്പോൾ തന്നെ ബോറടിക്കുന്നുണ്ട്. പക്ഷെ ഇത് ചെയ്യണം. കണ്ടിന്യൂസ്ലി 1.5 years ചെയ്യുന്നവരാണ് ഇത് പാസ്സാവുക. അപ്പോൾ അവിടെ ഹാർഡ് വർക്ക്, പെർസിസ്റ്റന്റ് ഹാർഡ് വർക്കാണ് ഇതിന്റെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ തന്നെ ജസ്റ്റ് പെർസിസ്റ്റന്റ് ഹാർഡ് വർക്ക് മാത്രം പോരാ. ആ ഹാർഡ് വർക്കിന് അതൊരു ടാർഗറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ പ്രിലിംസിന് പഠിക്കുന്ന രീതിയല്ല മെയിൻസിന് വേണ്ടത്, മെയിൻസിനുള്ള രീതിയല്ല ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, പിന്നെ ലേറ്റസ്റ്റ് സ്റ്റേജിലാണ്. പക്ഷെ പ്രിലിംസ്, ഫോർ എക്സാമ്പിൾ പ്രിലിംസിന് വരുമ്പോൾ ഇപ്പോൾ പ്രിലിംസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു വെറ്ററൻ ആയിട്ടുള്ള ഒരാൾക്ക് പോലും, ഞാനൊരു വെറ്ററനാണ്, 8ാമത്തെ അറ്റംപ്റ്റിലാണ് ഇരിക്കുന്നത്, അപ്പോൾ ഞാനൊരു വെറ്ററനാണ്, വെറ്ററൻ ആയിട്ടുള്ള ഒരാൾക്ക് പോലും 35-ൽ കൂടുതൽ ചോദ്യങ്ങൾ എക്സാക്ട്ലി അറിയുന്നത് ഉണ്ടാവില്ല. ആ രീതിയിലാണ് UPSC ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് കൊടുക്കുന്നത്. അപ്പൊ എന്നാൽ പോലും നമ്മൾ 80-85 ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, നമുക്ക് ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് നോളജ് കൊണ്ട് മാത്രം പ്രിലിംസ് പാസ്സാവില്ല. പ്രിലിംസ് ഈസ് നോട്ട് എ നോളജ് ബേസ്ഡ് എക്സാമിനേഷൻ, ഇറ്റ് ഈസ് എ സ്കിൽ ബേസ്ഡ് എക്സാമിനേഷൻ. ഒരു MCQ സോൾവ് ചെയ്യുന്ന സ്കില്ലാണ് അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾക്ക് പല ടൈപ്പ് ഓഫ് ലോജിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് MCQ സോൾവ് ചെയ്യാനായിട്ട് പറ്റണം.
അപ്പൊ അങ്ങനെ ഒരു സ്കില്ല് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ രീതിയിലായിരിക്കണം പ്രിലിംസിന് വേണ്ടി പഠിക്കേണ്ടത്. ഇപ്പൊ റിവിഷൻ നടത്തുമ്പോൾ പോലും നമ്മൾ ലക്ഷ്മികാന്ത് ഒരു തവണ മുഴുവൻ വായിച്ചുകൊണ്ട് കാര്യമില്ല. ലക്ഷ്മികാന്ത് വായിച്ചിട്ട് ഒരു 100, 100, 200 അല്ലെങ്കിൽ ഒരു 500 ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ അതിൽ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ അത് പ്രോപ്പർലി പഠിച്ചെന്നാവുള്ളൂ. ഇറ്റ്സ് അബൌട്ട് ഹൗ യു ഡു ദി റിവിഷൻ ത്രൂ MCQ. അപ്പോൾ MCQ സോൾവ് ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. 2 മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിൻസിന് നമുക്ക് ഒരു 7 പേപ്പറിൽ എന്താ പറയുക 3 മണിക്കൂർ കൊണ്ട് 250 മാർക്കിന് എഴുതേണ്ടി വരുന്ന ഒരു സിനാരിയോ ആണ്. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ആണ്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൺസൈസ് ആയിട്ട് ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ട് ആൻസേഴ്സ് എഴുതണമെങ്കിൽ അതിന് തുടക്കം മുതലേ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് 1-2 മാസത്തിനുള്ളിൽ തന്നെ ഒരു അത്യാവശ്യം ഒരു നോളജ് ബേസ് ആയി തുടങ്ങിയാൽ തന്നെ യു ഹാവ് ടു സ്റ്റാർട്ട് റൈറ്റിംഗ് ആൻസേഴ്സ്. കണ്ടിന്യൂസ്ലി ഡെയിലി ആൻസർ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഈ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ട് മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഒരു ഇയർ ലോങ് പ്രിപ്പറേഷൻ ആവശ്യമാണ്. പിന്നെ ഇന്റർവ്യൂ വരുമ്പോൾ ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഇന്റർവ്യൂവിന് വരുമ്പോൾ എന്താണ്, നമ്മൾ ഒരു ന്യൂസ് പേപ്പർ വായന കുറച്ചും കൂടി പരന്നതായിരിക്കണം. 1-2 ഒരു ന്യൂസ് പേപ്പറിൽ നിൽക്കരുത്. എനിക്ക് പിന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ ഹിന്ദു ആണല്ലോ എല്ലാവരും വായിക്കുക. ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ വായിക്കുന്നത് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ചും കൂടി വായിക്കാൻ എളുപ്പമുള്ള ന്യൂസ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് ഇന്റർവ്യൂ വായിച്ചോളാം. അപ്പൊ അങ്ങനെ വെറൈറ്റി ന്യൂസ് പേപ്പേഴ്സുകൾ വായിക്കുക, അതിൽ നിന്ന് ഒപ്പീനിയൻസുകൾ ഉണ്ടാക്കുക, വെറുതെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ ആൻസേഴ്സ് സ്വയം പറഞ്ഞു പഠിക്കുക, കൂട്ടുകാരുടെ അടുത്തൊക്കെ ഒപ്പിരുന്നിട്ട് ഒപ്പീനിയൻസുകൾ പറയുക. അങ്ങനെയൊക്കെ ഒരു രീതിയിൽ കുറച്ചും കൂടി ഇൻഫോർമൽ ആയിട്ട് അങ്ങനെയൊക്കെ ഒരു പ്രിപ്പറേഷനാണ് ഇന്റർവ്യൂ സ്റ്റേജിൽ വേണ്ടി വരുന്നത്. അപ്പോൾ ഇത് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മൾ ഈ ഇന്റർവ്യൂ UPSC പ്രിപ്പറേഷൻ നമ്മൾ സ്വയം അൾട്ടിമേറ്റ്ലി നമ്മളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് നമ്മൾ തന്നെ തിരിച്ചറിയേണ്ട ഒരു എക്സാം ആണ്. അപ്പോൾ എന്താ പറയുക, ഒരു ഗിവൺ ഫോർമുല മേ നോട്ട് വർക്ക് ഫോർ യു. നമ്മൾ സ്വയം നമ്മളുടെ പ്രശ്നങ്ങൾ, കാരണം നമ്മളൊരു ജില്ലയുടെയും ഒരു വലിയ പോളിസി ലെവൽ ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് പോകുമ്പോൾ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ ആരെങ്കിലും വന്ന് സോൾവ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും കരുതരുത്. നമ്മളുടേതായിട്ടുള്ള ഇഷ്യൂ ഒരു ജനറൽ ഫ്രെയിം വർക്കിന്റെ ഉള്ളിൽ നിന്നിട്ട് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെ മാറ്റി ഇട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ UPSC പ്രിപ്പറേഷൻ. താങ്ക് യു പ്രണവ്. ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട് ആൻഡ് എസ്പെഷ്യലി ആസ് എ ഫാക്കൽറ്റി, ആസ് എ വെൻഡർ, ആസ് എൻ ആസ്പിറന്റ്. അതുകൊണ്ട് ഒത്തിരി ഡൈവേഴ്സ് ഇൻസൈറ്റ്സ് കിട്ടി. സോ താങ്ക് യു വൺസ് അഗൈൻ ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നിരിക്കണം എന്നുള്ളത്, ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇവിടെ ആന്റൺ സാർ എല്ലാ പോലെ ഇന്റർവ്യൂ നടത്തുമ്പോൾ ഇങ്ങനെ വന്നിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇവിടെ ഇരിക്കാൻ പറ്റിയത് എനിക്ക് വളരെ താങ്ക് യു. Fortune IAS Academy. More than just an academy.